ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ സർവശക്തനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം ഈ ഭൂമിയിലെ ഏഴകളായ നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാ അധുരങ്ങളിൽ നിന്നും സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. ഈ അന്തരീക്ഷം ഇപ്പോൾ മുതൽ സ്തുതി മുഖരിതമായി മാറട്ടെ. ആരാധനകൾക്ക് യോഗ്യനായവനെ, സ്തുതികളിൽ വസിക്കുന്നവനെ, ഭക്തന്മാർ പാടി ആരാധിക്കുന്ന, വിശുദ്ധന്മാർ പാടി ആരാധിക്കുന്ന, സറാഫുകൾ പാടി ആരാധിക്കുന്ന നല്ലവനും വിശ്വസ്തനും വല്ലവനുമായ ദൈവത്തെ ഈ പകലിലും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി, ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി, ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി, അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ കരുതലിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഓ ഷാറിയാധന ഷഖാറദരെ ഷന്ധാരകൻ അന്യഭാഷകളിൽ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി ശരീരം കൊണ്ട് ആരാധന കൊടുത്താട്ടെ, അധരം കൊണ്ട് ആരാധന കൊടുത്താട്ടെ, ഹൃദയം കൊണ്ട് ആരാധന കൊടുത്താട്ടെ. ആരാധനയിൽ പ്രീതിപ്പെടുത്തുന്ന, ആരാധനയിൽ ഇഷ്ടപ്പെടുന്ന, ആരാധനയെ ഓ സ്തോത്രം അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ഇന്ന് സഭ ആരാധിക്കുമ്പോൾ ഒപ്പമായിരിക്കുന്ന ദൈവജനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉള്ളം കൊണ്ട് ആരാധിച്ചാട്ടെ. ഒറ്റയ്ക്കായിരിക്കുന്നവർ ഉള്ളം കൊണ്ട് ആരാധിച്ചാട്ടെ. ഒന്നിലധികം പേരായിരിക്കുന്നവർ പരസ്പരം ഒരുമിച്ച് ചേർന്ന് നല്ല കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആലയത്തിനകത്തായിരിക്കുന്നവർ അന്യഭാഷകള് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മഹത്വത്തിന് കർത്താവിന്, കർത്താതി കർത്താവിന്, രാജാതി രാജാവിന് യേശുവിൻ നാമത്തിൽ ദൈവമഹത്വം വെളിപ്പെടുന്നത് തിരിച്ചറിയുന്ന ജനം, തേജസ്സിനാൽ ആലയം നിറയപ്പെടുന്നത് തിരിച്ചറിയുന്ന ജനം, തേജസ്സിനാൽ റൂമിനകം നിറയുന്നത് തിരിച്ചറിയുന്നവർ, തേജസ്സിനാൽ ആശുപത്രി വാർഡ് നിറയുന്നത് തിരിച്ചറിയുന്നവർ മടികൂടാതെ ആരാധിച്ചാട്ടെ. മടികൂടാതെ, മടികൂടാതെ ഈ പകലിലും മടികൂടാതെ, പിശുക്കില്ലാതെ നിങ്ങൾ ആരാധിക്കുമെങ്കിൽ, പിശുക്കില്ലാതെ നിങ്ങൾ സ്തോത്രം ചെയ്യുമെങ്കിൽ, പിശുക്കില്ലാതെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ ധാരാളമായി ധാരാളമായി ഇന്ന് പകലിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കിയ, സ്തുതിക്കുന്ന ജനത്തിനു വേണ്ടി ആരാധിക്കുന്ന ഓ ശാഖാരഥരെ ഷന്ധാരകൻ യേശുവിൻ നാമത്തിൽ സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധന, സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധന. ആരും മൗനമായിരിക്കരുത്. നിങ്ങളുടെ ശരീരങ്ങൾ വിട്ടുകൊടുക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾ വിട്ടുകൊടുക്ക്, നിങ്ങളുടെ അധരങ്ങൾ വിട്ടുകൊടുക്ക്. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങ് ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അധരം കൊണ്ട് അങ്ങ് ആരാധിക്കുന്നപ്പാ, ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഈ ശരീരത്തിൽ ജീവൻ തന്ന ദൈവത്തെ ശരീരം കൊണ്ട് ആരാധിച്ചാട്ടെ. ഹൃദയത്തിൽ മിടിപ്പ് തന്ന ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിച്ചാട്ടെ. വായടഞ്ഞു പോകാതെ നിലനിർത്തിയ ദൈവത്തെ വായ് കൊണ്ട്, വായ് തുറന്ന് ആരാധിച്ചാട്ടെ. അവനോട് സംസാരിക്കുവാൻ ഭാഷ തന്ന കർത്താവിനെ അന്യ ഭാഷയിൽ ആരാധിച്ചാട്ടെ. റാധാന ഷഖാരദരെ ഷന്ധാരകനോ ദീപൽ ബൗഡ ഷന്ധൂർഗൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ മഹത്വമായി, ദൂതന്മാരുടെ സൈന്യവുമായി, രാജാതിരാജാവായി, കർത്താതി കർത്താവായി ഈ നല്ല പകലിൽ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും ഒക്കെയും അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമം മാത്രം, അങ്ങയുടെ നാമം മാത്രം ഇപ്പോൾ മുതൽ എന്നും എന്നേക്കും ഞങ്ങളിലൂടെ ഉയർത്തപ്പെടുമാറാകട്ടെ. അങ്ങയുടെ നാമം മാത്രം ഈ ലോകത്തിൽ ഉയർത്തപ്പെടുമാകട്ടെ. അങ്ങയുടെ നാമം മാത്രം സകല മനുഷ്യരും ഉയർത്തുന്ന അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. നന്ദി യേശുവേ, നന്ദി അപ്പാ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പം ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ പകൽക്കാലം, അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ അനുഭവിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ ഒരുമിച്ചായിരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതേ കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പിശുക്ക് ഇല്ലാതെ തന്നെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചിലപ്പോഴൊക്കെ ആമേൻ തിരക്കാകാറുണ്ട്. തിരക്ക് ആകുമ്പോൾ ആമേൻ ഞങ്ങളുടെ ജഡം സന്തോഷിക്കും. ഒത്തിരി മീറ്റിങ്ങുകൾ, ഒത്തിരി യാത്രകളൊക്കെ ആകുമ്പോൾ തീർച്ചയായും ജഡം സന്തോഷിക്കും. ആമേൻ, സ്തോത്രം. തിരക്ക് കുറയുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് സന്തോഷിക്കും. ഒത്തിരി നേരം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയും. ആമേൻ. അങ്ങനെ ഒത്തിരി നേരം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ ആഴ്ച ആമേൻ ക്രിസ്തുയേശുവിൽ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച്, അഥവാ ദൈവസന്നിധിയിലായിരുന്ന് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്, അതേ പരിശുദ്ധാത്മാവിനാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് കൈമാറുവാൻ പ്രാർത്ഥിച്ചായിരിക്കുന്നു. ആ ദൈവം വചനം പറയുന്നു, അവൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ആ പുതിയത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളെയും നദികളെയും ഉണ്ടാക്കും. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആഴ്ചയിൽ പുതിയതൊന്ന് എൻ്റെ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സഹോദര, സഹോദരി, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി കേൾക്കുവാൻ പോകുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യും. അതെ, ചില പഴമയുടെ നാറ്റം വെച്ച അനുഭവങ്ങളെ, ചില പഴമയുടെ കറ പിടിച്ച അനുഭവങ്ങളെ, ചില പഴമയുടെ വേദനിപ്പിച്ച അനുഭവങ്ങളെ മാറ്റി കളയുവാനുള്ള പുതിയത് ഈ ആഴ്ച കർത്താവിൽ പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു ചെയ്യും. പുതിയത് ഒന്ന് ചെയ്യും. അത് ഇപ്പോൾ നിങ്ങൾ കാണും. ഓ റാധിയ ശഖാരദരേ ശാന്താരകന, ആ പുതിയത് ചെയ്യുന്ന കർത്താവ് ഇന്ന് പകലിലും നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതേ, മരുഭൂമിയിൽ വഴി ഒരുക്കുന്ന കർത്താവ്, നിന്റെ മുൻപിലുള്ള മരുഭൂമിയിൽ ഇന്നലകളിൽ നിന്നെ കരയിപ്പിച്ച, ഇന്നലകളിൽ നിന്നെ തളർത്തിയ, ഇന്നലകളിൽ നിന്നെ നിരാശപ്പെടുത്തിയ, ഇന്നലകളിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയ, ഇന്നലകളിൽ നിന്റെ യാത്രയെ ദുർഘടമാക്കി തീർത്ത അതേ മരുഭൂമിയിൽ, അതേ നീ കണ്ട് ഭയപ്പെടുന്ന, നീ കണ്ട് നിരാശപ്പെടുന്ന മരുഭൂമിയിൽ ദൈവം നിനക്ക് വഴി ഒരുക്കും. അതേ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയരെ, സഹോദരി കേൾക്ക്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിനക്ക് വഴി തുറക്കുവാൻ പോകും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഈ ആഴ്ച കർത്താവ് നിനക്ക് വഴി തുറക്കും. ഈ ആഴ്ച കർത്താവ് നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യും. നീ ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്തത്, ഇന്നലകളിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത്, ആലയത്തിനകത്ത് കണ്ണുനീരോടെ ചിലരായിരിക്കുന്നുണ്ട്. ഒത്തിരി നാളായി, ദീർഘനാളായി ആ പഴയതിനെ കുറിച്ച് തന്നെ ചിന്തിച്ച്, പഴയതിനെ കുറിച്ച് തന്നെ ഓർത്ത്, അയ്യോ നശിച്ച ജീവിതം, നരകതുല്യമായ ജീവിതം. കേൾക്ക്, ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം പുതിയത് ചെയ്യും. സഹോദര, ഈ ആഴ്ച എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യും. കുഞ്ഞുമക്കളെ, ഈ ആഴ്ച എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കും. യാസ്, വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്. ഈ ആഴ്ച വഴി തുറക്കും. നീ കാണുന്ന മരുഭൂമിയിൽ, നീ അനുഭവിക്കുന്ന മരുഭൂമിയിൽ, നീ ആയിരിക്കുന്ന മരുഭൂമിയിൽ എൻ്റെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ തിങ്കൾ മുതൽ ശനി വരെ ഓ റീദാര ശഖാരദരേ ശന്ധാർഗന, കഴിഞ്ഞ ഒരാഴ്ച നിന്നെ പരിപാലിച്ച ദൈവം, നിന്നെ വഴി നടത്തിയ ദൈവം, അടഞ്ഞുപോയ ചില വാതിലുകളെ നിനക്ക് മുമ്പിൽ തുറക്കുവാൻ പോകുക. ശത്രു എന്നേക്കുമായി അടച്ചു കളഞ്ഞു എന്ന്, ശത്രു എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ വാതിലുകളെ നിന്റെ തൊഴിൽ മേഖലയിൽ എൻ്റെ ദൈവം തുറക്കുക. മുൻപോട്ട് പോകുവാൻ, ഇനി ഒരടി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന ചിലരുണ്ട്. കേൾക്ക്, നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ആഴ്ചയിൽ എൻ്റെ ദൈവം വഴി തുറക്കും. ഈ ആഴ്ചയിൽ എൻ്റെ ദൈവം വഴി തുറക്കും. തുറന്ന വഴിയിൽ, അതേ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വരൾച്ചയെ മാറ്റുന്ന, നിന്റെ ഇല്ലായ്മയെ മാറ്റുന്ന നദികൾ ഒഴുകി വരും. ആമേൻ, ഹല്ലേലൂയ. വഴി തുറക്കും. പുതിയ ഉറവകൾ നിന്റെ ജീവിതത്തിലേക്ക് തുറന്നു വരും. വഴി തുറക്കും. വരണ്ട പ്രദേശങ്ങളെ പച്ചപ്പണിയിപ്പിക്കുന്ന, വരൾച്ചയെ മാറ്റുന്ന, മരുഭൂമിയെ താഴ്വരയുടെ അനുഭവത്തിലാക്കി മാറ്റുന്ന, അതേ സ്തോത്രം, ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. മരുഭൂ സമാനമായി നല്ലതൊന്നും കാണുവാനില്ലാതെ, ആരും കടന്നു വരുവാനില്ലാത്ത ജീവിതവുമായിരിക്കുന്ന സഹോദരി, സഹോദര, നിന്റെ ജീവിതത്തെ പച്ചപ്പുള്ള താഴ്വര പോലെ, ഓ യേശുവിൻ നാമത്തിൽ പച്ചപ്പുള്ള താഴ്വര പോലെ അനേകർ കൊതിയോടെ നോക്കുന്ന, ഓ സ്തോത്രം, ഓ യേശുവിൻ നാമത്തിൽ ആ പച്ചപ്പുള്ള താഴ്വര കാണുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ട്. ഒത്തിരി പേർ നിന്നിലേക്ക് എത്തുന്ന, ഓ നിന്റെ ഒറ്റപ്പെടലിന് അറുതി വരുന്ന, നിന്റെ നിന്ദയ്ക്കും അപമാനത്തിനും അറുതി വരുന്ന, ഓ യാസ്
ലില്ലി പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന താഴ്വരയുടെ അനുഭവം, താഴ്വരയുടെ അനുഭവം. ഓ, പനിനീർ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന താഴ്വരയുടെ അനുഭവത്തെ ഈ ആഴ്ച കർത്താവ് നിങ്ങൾക്കൊരുക്കും. അതെ, എൻ്റെ ദൈവം ഈ ആഴ്ചയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയതൊന്ന് പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരുപക്ഷേ ഇതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കുവാൻ പോകുന്നവർ, കരങ്ങളെ തട്ടി ആരാധിക്കുന്നവരെ, അധരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ, അന്യഭാഷകളിൽ സ്തുതിക്കുന്നവരെ നോക്കിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ആമേൻ, സ്തോത്രം, ഇവർ ആമേൻ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ഇവർ ഇങ്ങനെ കൈയടിക്കേണ്ട കാര്യമുണ്ടോ? ഇവർ ഇങ്ങനെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ചെവിക്കകത്തുകൂടെ കേൾക്കുന്നത് ഹൃദയത്തിനകത്താണല്ലോ എത്തുന്നത്. ഞങ്ങളെപ്പോലെ ഇവർക്ക് ചെവി ഇല്ലാത്തത് കൊണ്ടാണോ? അല്ലയോ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവർക്ക് ചെവി ഇല്ലാത്തത് കൊണ്ടല്ല, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അർത്ഥം, സ്തുതിക്കുന്നവന് മുമ്പിൽ പ്രതിസന്ധികൾ വഴിമാറും, സ്തുതിക്കുന്നവന് മുമ്പിൽ തടസ്സങ്ങൾ മാറിപ്പോകും, സ്തുതിക്കുന്നതിന് മുൻപിൽ വഴി തുറക്കപ്പെടും, സ്തുതിക്കുന്നവന് മുമ്പിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും, സ്തുതിക്കുന്നവന് മുമ്പിൽ എതിർത്ത് നിൽക്കുന്ന പിശാച് ഓടിപ്പോകും, സ്തുതിക്കുന്നവന് മുൻപിൽ മതിലുകൾ വീഴും, സ്തുതിക്കുന്നവന് മുമ്പിൽ ചെങ്കടൽ പിളരും, സ്തുതിക്കുന്നവന് മുമ്പിൽ യോർദാൻ വഴിമാറും. നീ സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വായ് ഓ രാധാ ഷഹ ഹല്ലേലൂയ ഓ റിദാരദാര ഷഖാരധരേ ശന്താരഗന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ചിലർ വാ തുറക്കാത്തത് കൊണ്ടാണ് ആമേൻ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശത്രു കീഴടങ്ങാത്തത്. ആമേൻ, സ്തുതിക്കുന്ന നിനക്ക് മുമ്പിൽ കീഴ്പ്പെടാത്ത ഒരു ശത്രുവുമില്ല. പോരിനിറങ്ങുമ്പോൾ ദൈവം പറയുക, ആര് മുൻപേ പോകണം? ആമേൻ, സ്തോത്രം, ആര് മുൻപേ പോകണം? യഹൂദ മുന്നേ പോകണം. എന്താണ് യഹൂദയുടെ പ്രത്യേകത? യഹൂദ സ്തുതി, സ്തുതിക്കുന്നവൻ മുൻപേ പോകണം. സ്തുതിക്കുന്നവൻ മുൻപേ പോകുമെങ്കിൽ വഴി തുറക്കപ്പെടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന നിങ്ങൾ മുൻപേ പോകുമ്പോൾ, ആരാധിക്കുന്ന നിങ്ങൾ മുൻപേ പോകുമ്പോൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മുൻപേ പോകുമ്പോൾ വഴി തുറക്കപ്പെടും. ആമേൻ, സ്തോത്രം. സ്തുതിക്കുന്ന നിന്റെ ജീവിതത്തിലാണ് എത്ര വലിയ ബാധയും ഒഴിഞ്ഞു പോകുന്നത്. ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്നാണ് എത്ര വലിയ പ്രശ്നങ്ങളും നീങ്ങിപ്പോകുന്നത്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, നന്നായി ജീവിക്കണം, നല്ല വഴിക്ക് നടക്കണം, നല്ലത് ചെയ്യണം. ആമേൻ, ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. എത്ര മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവനായാലും, എത്ര പാപം ചെയ്യുന്നവനായിരുന്നാലും, എത്ര തെറ്റ് ചെയ്യുന്നവനായിരുന്നാലും അവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് അനുഗ്രഹമായി ജീവിക്കണം, എനിക്ക് മറ്റനേകരെ പോലെ സന്തോഷമായി ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം. പക്ഷേ എന്തുകൊണ്ട് പലർക്കും അതിന് സാധിക്കുന്നില്ല? പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണോ? ഞാൻ ഒരു കാര്യം സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന ഇതിനകത്തും പുറത്തുമായിരിക്കുന്ന പ്രിയരെ, സ്തോത്രം, നിങ്ങളൊരു ബാധിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു സഭ സദാസമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കൈയടിക്കേണ്ട, കേൾക്ക്. നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത നൂറുകണക്കിന് വിശ്വാസികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആമേൻ, അതാണ് ഈ വേദപുസ്തകം എടുക്കുന്നവന്റെ ക്വാളിറ്റി. ആമേൻ, അവൻ ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, വർഗം നോക്കിയല്ല അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നീ തകരുന്നത് കണ്ടാൽ വേദപുസ്തകം എടുത്തവന്റെ ഉള്ളം തകരും. അവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ അടങ്ങിയിരിക്കത്തില്ല. ആമേൻ, അങ്ങനെ ഒത്തിരി പേർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളപ്പോഴും, നിങ്ങൾക്ക് വേണ്ടി കരയുവാനുള്ളപ്പോഴും എന്തുകൊണ്ട് ബാധ വിട്ട് മാറുന്നില്ല? എന്തുകൊണ്ട് ദുശീലങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല? ഈ ചോദ്യം ആദിമകാലം മുതൽ സഭയിൽ ഉയർന്നു വന്ന ചോദ്യമാണ്. ആമേൻ, 17-ാം നൂറ്റാണ്ടിൽ ഒരു സ്തോത്രം കപ്പദോക്യൻ സന്യാസി, ആമേൻ, ഇതേ ചോദ്യം അദ്ദേഹം അഭിമുഖീകരിക്കുകയുണ്ടായി. സ്തോത്രം, ഭൂതത്തെ പുറത്താക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ പുരോഹിതൻ, ആ സന്യാസി ഉണ്ടല്ലോ, സ്തോത്രം, ആമേൻ, അങ്ങയുടെ അടുക്കൽ വരുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകുന്നു, മദ്യമെന്ന ഭൂതം പുറത്തു പോകുന്നു, വ്യഭിചാരമെന്ന ഭൂതം പുറത്തു പോകുന്നു, ലംഘനമെന്ന പാപമെന്ന ഭൂതങ്ങൾ പല പേരുകളിൽ പുറത്തു പോകുന്നു. പക്ഷേ ഇവർ പുറത്തുപോയി വീണ്ടും ആ പാപം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ആ സന്യാസി സമൂഹത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും, മദ്യപിക്കുന്ന പിശാച് അലറിപ്പോകും, വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന പിശാച് അലറിയോടും, ആമേൻ, ആമേൻ, കോപിപ്പിക്കുന്ന പിശാച് വിട്ടിട്ട് ഓടും. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനെല്ലാം ഇത്രമാത്രം പിശാചുക്കളുണ്ടോ? നോക്കൂ, ആ സ്തോത്രം, 6000 ഭൂതങ്ങളുള്ള മനുഷ്യനെ വേദപുസ്തകം
പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 6000 വൃത്തികേട് ചെയ്യിപ്പിക്കുവാൻ ഭൂതത്തിന് കഴിയും. ആമേൻ. ഓരോ ഭൂതങ്ങൾക്കും ഓരോ സ്വഭാവമാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പുറത്തു പോയിട്ടും എന്തുകൊണ്ട് തിരിച്ച് ആ പാപത്തിലേക്ക് വരുന്നു? അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ ഒഴിപ്പിച്ചത് കൊണ്ട് ഒരുവൻ സ്വതന്ത്രമായി ജീവിതകാലം മുഴുവൻ നിൽക്കത്തില്ല. അവൻ സ്വതന്ത്രമായി ജീവിതകാലം മുഴുവൻ നിൽക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ഹൃദയത്തെയും വിട്ടുകൊടുത്ത് അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ഒരു അച്ഛനും വേണ്ട, ഒരു ശുശ്രൂഷകനും വേണ്ട, ഒരു റീ അഡിക്ഷൻ സെന്ററും വേണ്ട, ഒരു ഗുളികയും വേണ്ട, ഒരു ഇഞ്ചക്ഷനും വേണ്ട. ആരാധിക്കുന്ന നിന്റെ വായ് പാപം ചെയ്യത്തില്ല. സ്തുതിക്കുന്ന നിന്റെ വായ് പാപം തിരിച്ചറിയുന്നവർ പ്രാർത്ഥിക്ക്. യേശുവേ എന്ന് വിളിക്ക്. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്ക്. യേശുവേ എന്ന് വിളിക്ക്. യേശുവേ എന്ന് വിളിക്ക്. യേശുവേ എന്ന് വിളിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാത്തിടത്തോളം ആമേൻ നിങ്ങളുടെ സ്ഥാനം ആ പുറത്ത്, ആമേൻ, ആ വെളിപ്പറപ്പിൽ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ. ഒരു കല്യാണ വീടാണ്. വർണ്ണശബളമായ വസ്ത്രങ്ങൾ ധരിച്ചവരുണ്ട്, നല്ല ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് വരുന്നവരുണ്ട്, സന്തോഷത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ട്. അതിനൊപ്പം ഒരു കൽഭരണി, 6 കൽഭരണികൾ പുറത്ത് മഴയും കൊണ്ട് വേനലും അടിച്ച് പായലും പിടിച്ച് പട്ടിമൂത്രമൊഴിച്ച് കിടക്കുന്ന അവസ്ഥ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിധത്തിൽ പുറത്ത് കിടക്കുന്നവരെ പുറത്തുപോയി ആ അഴുക്കിനിടയിൽ പോയി അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നവനല്ല ദൈവം. മറിച്ച് ദൈവം അവരെ വിളിക്കുക. ആമേൻ സ്തോത്രം. ആ കൽപാത്രങ്ങളെ നിങ്ങൾ ഭവനത്തിനകത്ത് കൊണ്ടുവരുവിൻ. വിരുന്ന് മേശയുടെ മുകളിൽ കൊണ്ടുവയ്ക്ക്. ആ സന്തോഷത്തിനകത്ത് കൊണ്ടുവയ്ക്ക്. അതിനെ ഒന്ന് കഴുകി ശുദ്ധീകരിക്ക്. അത് മാറുവാൻ തയ്യാറാകുമെങ്കിൽ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ മാറുവാൻ തയ്യാറാകുമെങ്കിൽ, ആ പുറത്ത് നിന്ന് അകത്തേക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ എത്ര ആരാധനകളിൽ പങ്കെടുത്താലും, എത്ര പ്രസംഗങ്ങൾ കേട്ടാലും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിട്ടുകൊടുക്കണം. ആമേൻ സ്തോത്രം. ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ വായ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ തൊണ്ടയെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. കേൾക്കണമേ, നിങ്ങളുടെ നാവിൽ നിന്ന് യേശുവേ എന്നുള്ള ഒരു വാക്ക് ഹൃദയത്തിന്റെ അകത്തു നിന്ന് പുറത്തു വരുമെങ്കിൽ ആ ഏരിയയിൽ അടുക്കുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പരീക്ഷിച്ച് ജയിച്ചവനാ ഞാൻ. ആമേൻ സ്തോത്രം. എനിക്ക് മുമ്പിൽ വന്ന പ്രലോഭനങ്ങളെ, ഞാൻ നടന്ന വഴികളിൽ നിന്ന് തിരികെ നടക്കുവാൻ കഴിയാതെ അനേകർ പ്രാർത്ഥിച്ചിട്ടും അനേകർ കരഞ്ഞിട്ടും എനിക്കതിനുള്ള ശക്തി ലഭിക്കാതെ ആയപ്പോൾ, യേശുവേ എന്ന നിലവിളിയോടെ ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിലും സ്തുതിയും സ്തോത്രവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറായപ്പോൾ, അതൊക്കെ എന്നെ വിട്ടോടുന്നത്, ഞാൻ തേടിച്ചെന്നിട്ടും എൻ്റെ അടുത്തേക്ക് വരാത്ത വിധത്തിൽ എൻ്റെ പാപ പ്രവർത്തികൾ എന്നെ വിട്ടോടുന്നത് തിരിച്ചറിഞ്ഞവനാ. എൻ്റെ സാക്ഷ്യമാ. അതേ, നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ യേശുവേ എന്ന വിളിയോടെ, യേശുവേ എന്ന വിളിയോടെ അവനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ പണിയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. കാഴ്ചക്കാരുടെ ദൈവമല്ല, ആവശ്യക്കാരുടെ ദൈവം അത്രേ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ ദൈവം കാഴ്ചക്കാരുടെ ദൈവമല്ല. അവൻ്റെ ഒപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ഒരുപാട് പേർ. ഞാൻ ഇങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം. ആമേൻ. സെലിബ്രിറ്റീസ് ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചുറ്റും ആൾക്കാർ ഇങ്ങോട്ട് കൂടും. ഓട്ടോഗ്രാഫ് വാങ്ങുവാൻ, സ്തോത്രം, പൂ വാങ്ങുവാൻ, പൂ കൊടുക്കുവാൻ, പിച്ചുവാൻ, മാന്തുവാൻ, നുള്ളുവാനൊക്കെ ആൾക്കാർ കൂടും. ഇടിച്ചുകൂട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നിന്നപ്പോൾ എങ്ങനെ ആയിരിക്കണം? ആമേൻ സ്തോത്രം. ആൾക്കൂട്ടം ഇടിച്ചു കയറിയത് ഞാൻ മനസ്സിലാക്കുന്നു. പിഴിഞ്ഞെടുത്ത തുണി പോലെ യേശുവായി കാണും. അവിടെയും അവനെ പിഴിഞ്ഞെടുക്കുമാറാക്കിയ ഒരുത്തനും സൗഖ്യം പ്രാപിച്ചില്ല. ആവശ്യക്കാരിയായ ഒരുത്തി കടന്നു വന്നു, തൊട്ട് സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയി. നീ ആവശ്യക്കാരിയാണോ? നീ കാഴ്ചക്കാരനോ? കാഴ്ചക്കാരിയായി ഇരിക്കുവാനല്ല, ഇതിനകത്ത് നീ ആവശ്യഭാരത്തോടെ, യേശുവേ എന്നെ ഒന്ന് തൊടണമേ, യേശുവേ എന്നെ ഒന്ന് തൊടണമേ, യേശുവേ എന്നെ ഒന്ന് സന്ദർശിക്കണമേ, അപ്പാ യേശുവേ ഇതിനകത്തായിരിക്കുന്ന അപ്പന്റെ മക്കളെ ഒന്ന് സന്ദർശിക്കണമേ, യേശുവേ അപ്പന്റെ മക്കളെ ഒന്ന് തൊടണമേ. അപ്പാ അതിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് അനുഭവിച്ചറിയുവാൻ സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം.
അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവളെ തൊട്ടു. ആമേൻ, സ്തോത്രം. അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി തീർന്നു. എന്താ എഴുതിയിരിക്കുന്നത്? ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി തീർന്നു. അവളെ 12 വർഷം കഷ്ടപ്പെടുത്തിയ ബാധ യേശു തൊട്ട സമയം ഒഴിഞ്ഞു. നീ യേശുവിനെ വിളിക്കാതെ യേശു നിന്നെ തൊടത്തുമില്ല, ബാധ ഒഴിയത്തുമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നീ ആൾക്കൂട്ടത്തിൽ ഒരാളായി നിന്നാൽ ബാധ ഒഴിയത്തില്ല. നീ യേശുവിനെ ഞെരുക്കി ഞെരുക്കി പിഴിഞ്ഞെടുത്താൽ ബാധ ഒഴിയത്തില്ല. നീ കൂടെ നടന്ന് നാട്ടുകാരെ കുറ്റം പറഞ്ഞാൽ ബാധ ഒഴിയത്തില്ല. ബാധ ഒഴിയണമെങ്കിൽ നീ തൊടണം. ആമേൻ, യേശുവിൻ നാമത്തിൽ നീ ആവശ്യഭാരത്തോടെ തൊടണം. ഇതിനകത്ത് ഇന്നും അവിധത്തിൽ തൊടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ യേശു തൊടും, ബാധ പുറത്തു പോകും. നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കിയ ബാധ പുറത്തു പോകും. നിന്റെ ജീവിതത്തെ കഷ്ടത്തിലാക്കിയ ബാധ പുറത്തു പോകും. നിന്റെ ജീവിതത്തെ കണ്ണുനീരിലാക്കിയ, നിന്റെ ജീവിതത്തെ പരാജയത്തിലാക്കിയ, നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നിരാശയിലാക്കി തീർത്ത ബാധ, അതേ ബാധ പുറത്തു പോകും. അതേ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയരെ, സന്തോഷത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ ആഴ്ച ദൈവം പുതിയതൊന്ന് ചെയ്യും. ഈ ആഴ്ച ദൈവം പുതിയതൊന്ന് ചെയ്യും. ഇതൊരു പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പലർക്കും അത്രത്തോളം ഇത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. ആമേൻ. ഒരു പക്ഷേ ഇതേ ദൂത്, ഇതേ ആലോചന എന്നിലൂടെ അല്ലെങ്കിൽ മറ്റു പലരിലൂടെ ഒത്തിരി തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ ജഡം കൊണ്ട് ചിന്തിച്ചാൽ എനിക്കിത് നിങ്ങളുടെ മുമ്പിൽ, പലരുടെ മുമ്പിൽ നിന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പലരുടെയും മുമ്പിൽ നിന്ന് ജഡം കൊണ്ട്, ബുദ്ധി കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകലിലും എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ആഴ്ച പുതിയതൊന്ന് എൻ്റെ ദൈവം ചെയ്യും. ആമേൻ. നീ പുതിയത് അനുഭവിക്കുന്ന, നിന്റെ കാത്തിരിപ്പുകൾക്ക് അറിഞ്ഞു വരുന്ന പുതിയത് അനുഭവിക്കുന്ന ആഴ്ചയായി ഈ ആഴ്ചയെ എൻ്റെ ദൈവം മാറ്റും. ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ലോകം പറയുന്നതല്ല നടക്കുന്നത്, മനുഷ്യർ ചിന്തിക്കുന്നതല്ല നടക്കുന്നത്, നമ്മൾ ചെയ്തു കൂട്ടുന്നതല്ല നടക്കുന്നത്. ആമേൻ. അത് സംശയമുള്ളവർ, ഇതിനകത്തുള്ളവർക്ക് എളുപ്പമാണ്. അംബ്ലിസിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. മനുഷ്യർ ചിന്തിക്കുന്നതല്ല നടക്കുന്നത്. ആമേൻ. ലോകം പറയുന്നതല്ല നടക്കുന്നത്, നമ്മൾ പോലും എഴുതി വെക്കുന്നതല്ല നടക്കുന്നത്. അതിനപ്പുറമൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ നിശ്ചയമായും ആ ദൈവം ചെയ്യേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ്? ഈ ആഴ്ച ഒരു പുതിയത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഈ ആഴ്ച ഒരു പുതിയത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഒരു നിമിഷം ഉയരത്തിലേക്ക് നോക്കി വിളിച്ചു പറ, യേശുവേ, ഈ ആഴ്ച ഒരു പുതിയത് എൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ. യേശുവേ, ഈ ആഴ്ച ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. യേശുവേ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒന്ന് എൻ്റെ കുടുംബത്തിനകത്ത് സംഭവിക്കണമേ, എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമേ, എൻ്റെ തൊഴിലിടത്തിൽ സംഭവിക്കണമേ, എൻ്റെ ബിസിനസ്സിൽ സംഭവിക്കണമേ. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വിളിച്ചു പറഞ്ഞവർക്കായി, ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ആവശ്യഭാരത്തോടെ ഇരിക്കുന്നവർക്കായി ഞാൻ പിന്നെയും ശുശ്രൂഷിക്കുന്നു. ദൈവം നിങ്ങളെ ഈ ആഴ്ച പുതിയത് നൽകി മാനിക്കട്ടെ. ശ്രദ്ധിക്കണം, എപ്പോഴാണ് പുതിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഭവനത്തിനകത്ത്, ആമേൻ, സ്തോത്രം, നമുക്കൊരു ഡൈനിങ് ഹാൾ കാണും. ആമേൻ, സ്തോത്രം. ഡൈനിങ് ഹാൾ ഇല്ല, എനിക്ക് വീട് പോലും ഇല്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. കേൾക്കുമ്പോൾ ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുക, യേശുവേ, കേൾക്കുന്നത് പോലെ മനോഹരമായൊരു ഭവനം എനിക്ക് തരണമേ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ആഗ്രഹത്തെ എൻ്റെ ദൈവം നിനക്ക് നൽകും. ആമേൻ. ശ്രദ്ധിക്കണമേ, ആമേൻ. നിങ്ങൾക്കൊരു ഡൈനിങ് ഹാൾ ഉണ്ട്. ഡൈനിങ് ഹാളിൽ ഒരു സോഫ സെറ്റി ഉണ്ട്. അതിങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ആമേൻ. കുറേ കാലം കഴിയുമ്പോൾ ആ സോഫ സെറ്റി പഴയതാകും. പഴയതാകുമ്പോൾ അത് കീറും. പുറത്തുള്ളതൊക്കെ അകത്തും, അകത്തുള്ളതൊക്കെ പുറത്തും വരുവാനായിട്ട് തുടങ്ങും. ആമേൻ. ആദ്യമൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. എന്നിട്ട് ആ സോഫ തന്നെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു ഇലാസ്റ്റികത നമുക്ക് അനുഭവിക്കുവാനായി കഴിയും. നമ്മൾ പറയും, എന്ത് സുഖമാണ്, ഇരിക്കുന്തോറും ഇരിക്കുവാനും എഴുന്നേൽക്കുവാനും തോന്നുന്നു. കുറെ പഴയതായി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും, പിന്നെ ആ സോഫ സെറ്റ് നമ്മളെ പിടിച്ച് കിടത്തും. ആമേൻ. പുറത്തോട്ട് വിടത്തില്ല, അതിനകത്ത് നമ്മൾ കുഴിഞ്ഞിരുന്നു പോകും. പഴയതാകുമ്പോൾ അങ്ങനെയാണ്, കുഴിഞ്ഞിരുന്നു പോകും. എപ്പോഴാണ് അതിനൊരു മാറ്റം വരുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരു പുതിയത് വരുന്നത് ആ പഴയതിനെ മാറ്റുമ്പോൾ അവിടെ ഒരു പുതിയത് സെറ്റ് ചെയ്യുവാനായി കഴിയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പഴയത് മാറ്റിയാൽ പിന്നെയും പുതുപുതുപ്പുള്ള, പിന്നെയും പുതിയ ഫാഷനുള്ള, പുതിയ മോഡലിലുള്ളതൊന്ന് അവിടെ വരത്തുള്ളൂ. അല്ലാതെ ആ ഒരെണ്ണം പഴയത്, അതിൻ്റെ അടുത്ത് ഒരെണ്ണം പുതിയത്,
അതിൻ്റെ അടുത്തൊരെണ്ണം അമ്മച്ചി ഉപയോഗിച്ചത്. അങ്ങനെ ഒരു സംഭവമില്ല. പഴയത് മാറുമ്പോൾ പുതിയത് വരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചില പഴയ അനുഭവങ്ങൾ മാറുമ്പോൾ, ചില പഴയ ജീവിത രീതികൾ മാറുമ്പോൾ, ചില പഴയ ശൈലികൾ മാറുമ്പോൾ ദൂത് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും. പഴയത് നിങ്ങൾ മാറ്റിക്കളയുമ്പോൾ, അല്ലെങ്കിൽ പഴയത് നിങ്ങൾ മറന്നു കളയുമ്പോൾ, പഴയത് നിങ്ങൾ വിട്ടുകളയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതിയത് ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ ഭക്തനായ യാക്കോബിന്റെ വാക്കുകളെ, സ്തോത്രം, യോസേഫിന്റെ വാക്കുകളെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. ശ്രദ്ധിക്കണമേ, യോസേഫ് എന്ന ഭക്തൻ പറയുന്നു, അതെ, എൻ്റെ പിതൃഭവനത്തെ എന്നെ മറക്കുമാറാക്കിയ ദൈവം, അഥവാ ഞാൻ എൻ്റെ പിതൃഭവനത്തെ മറന്നു, എൻ്റെ പിതൃഭവനത്തെ മറന്നു, എൻ്റെ അപ്പൻ്റെ ഭവനത്തെ ഞാൻ മറന്നു. അപ്പൻ്റെ ഭവനത്തിൽ മറക്കുവാൻ മാത്രമല്ല ഓർക്കുവാനും കഴിയുന്നതുണ്ടായിരുന്നു. അപ്പൻ്റെ ഭവനത്തിൽ രണ്ട് വിധ അനുഭവങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഏറ്റവും സ്നേഹനിധിയായ വാത്സല്യനിധിയായ ഒരു പിതാവ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇന്ന് നമ്മൾ കർത്തൃമേശ എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക്, സഭയുടെ അടിസ്ഥാനത്തിൽ പിറവി കണ്ട ഒരുക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക്, നിത്യത എന്ന ഓഹരിയിൽ ഉറപ്പുള്ളവരാണ് നമ്മളവിടെ എത്തുമെന്ന് ഉറപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടും കൂടെ ഈ മെസ്സേജ് മുൻപോട്ട് പോകുന്നുണ്ട്. ആമേൻ. ഉണർവ് മാത്രമല്ല, ആമേൻ, ഉറപ്പും ഇന്നുണ്ടാകും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ കേൾക്കണമേ, സ്തോത്രം, ആമേൻ. യോസേഫിന്റെ ഭവനത്തിൽ യോസേഫിനെ ഏറെ സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, പുതിയ നിലയങ്കി തയ്ച്ചു കൊടുക്കുന്ന, യോസേഫിനെ പാലേ തേനേ എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരപ്പൻ ഉണ്ടായിരുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടത വന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അതറിയാം. കഷ്ടതയ്ക്കപ്പുറം യോസേഫ് പറയുന്നു, ആ അപ്പനെയും അപ്പന്റെ ഭവനത്തിന്റെ ഓർമ്മയെയും ഞാൻ മറന്നു കളഞ്ഞു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. മറക്കേണ്ട പലതും മറക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതം ഇന്ന് നരകതുല്യമായി തീരുന്നത്. ആമേൻ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഈ മുടിഞ്ഞവന്റെ കൂടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതം മുഴുവനും പോയി. പണ്ട് ഞാൻ പട്ടുപാവാടയും പുള്ളി ബ്ലൗസും ഇട്ട് മാലാഹയെ പോലെ, ചിത്രശലഭത്തെ പോലെ പാറി നടന്നതാണ്. ഈ കാലമാടൻ്റെ കൂടെ വന്ന് ഇതാ എടുത്താ പൊങ്ങാത്ത രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് നടക്കുന്നു എന്ന് പരിതപിക്കുന്ന പലരുമുണ്ട്. ആമേൻ, സ്തോത്രം. പണ്ട് നടന്നത്, ആമേൻ, അന്ന് അങ്ങനെയായിരുന്നു, മാലാഹയായിരുന്നു. ഇന്ന് മാലാഹയല്ല, അത് തിരിച്ചറിയുക. ആമേൻ, സ്തോത്രം. മാലാഹമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കണമേ, ആമേൻ. ആ പഴയ കാലത്തിൽ കിടക്കുക. ഇവിടെ എന്ത് കഷ്ടത വന്നാലും അയ്യോ, സ്തോത്രം, എൻ്റെ അപ്പനാണെങ്കിൽ എന്നെ നുള്ളി നോവിക്കത്തില്ല, എൻ്റെ അപ്പൻ എന്നെ കണ്ണുരുട്ടി നോക്കത്തില്ല, എൻ്റെ അപ്പൻ എന്നോട് ദേഷ്യപ്പെടത്തില്ല. ഇങ്ങനെ പഴയ കാലത്തിൽ കിടക്കുന്ന നല്ല ഓർമ്മകളും പലപ്പോഴും ജീവിതത്തെ മുൻപോട്ട് വിടാതെ പിന്തുടരും, നമ്മെ നിരാശരാക്കി തീർക്കും. സന്തോഷങ്ങൾ, പുതിയ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നത്. കേൾക്കണമേ, ആ പഴയ സന്തോഷം മാറി. അപ്പൻ്റെ ഇളിയിൽ ആ സ്തോത്രം ഇളംപിള്ളയായിരിക്കുന്ന പ്രായമൊക്കെ പോയി. നമ്മളിപ്പോഴും ആ സന്തോഷത്തിൽ നിന്നാൽ പുതിയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഇപ്പം നമ്മുടെ തോളിൽ ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയതിനെ മറന്നു കളയുക. ആമേൻ. പഴയത് നല്ലതാണെങ്കിലും ഇനി ചീത്തയാണെങ്കിലും 12 ഉണ്ട്. കാലമാടന്മാർ, ദുഷ്ടന്മാർ, ദാഹിച്ച വെള്ളം കൊടുക്കുവാൻ നിവർത്തി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാത്തവന്മാർ. അതാണ് യോസേഫിന് സ്വന്തം സഹോദരന്മാർ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് അത്രയും ശരിയാണ്. ഒന്ന് നോക്കിയേ, സ്തോത്രം. പൊട്ടക്കുഴിയിലിട്ട് കൊല്ലാൻ തീരുമാനിച്ചെങ്കിൽ ശരി, മുടിഞ്ഞവന്മാർ കൊന്നെന്ന് പറയാം. ഇത് അവിടത്തിനകത്ത് ഇട്ടപ്പോഴേ അവൻ ചത്തു. എൻ്റെ സഹോദരൻ, നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കൈവിട്ടാൽ നമ്മൾ അപ്പോഴേ തന്നെ ചാവും. ആമേൻ. പിന്നെ ജീവനുള്ള വെറും എന്താ പറയുക, ഒരു അർത്ഥപ്രാണരായി നമ്മൾ മാറും. അങ്ങനെ കൊന്ന് പാവത്തിനെ കുഴിക്കാത്തെടുത്തിട്ടു. എന്നിട്ട് ആ ശവത്തിനെ 20 വെള്ളിക്കാശിന് വിറ്റു. ഹല്ലേലൂയ. ഇതുപോലുള്ള ദുഷ്ടന്മാരെ വേറെ കാണാൻ പറ്റുമോ? ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ട്. ആമേൻ. വിറ്റ് കളഞ്ഞവരുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ട്, നിങ്ങളെ അപമാനിച്ചവരുണ്ട്, നിങ്ങളെ നിന്ദിച്ചവരുണ്ട്, നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞവരുണ്ട്. കേൾക്ക്, യോസേഫ് പറയാ, ഞാൻ മറന്നു. ഹല്ലേലൂയ. ഞാൻ നന്മ ചെയ്തിട്ടും എനിക്ക് തിന്മ ചെയ്തവരെ ഞാൻ മറന്നതുകൊണ്ട് മറക്കപ്പെട്ടവർക്ക് കിട്ടാത്തത് ദൈവം അവന് നൽകി. പുതിയത് ദൈവം അവന് നൽകി. നീ ചിലത് മറക്കുമ്പോൾ പുതിയത് ദൈവം ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ നൽകും. പുതിയ സന്തോഷങ്ങൾ, പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ഇന്നലകളിലേക്ക് മുഖം തിരിച്ചായിരിക്കുന്ന, ഇന്നലകളിലേക്ക് നോക്കി സ്തോത്രം, ആ വേദനകളെ മറക്ക്, ആ കണ്ണുനീരിനെ മറക്ക്, ആ നിരാശയെ മറക്ക്, ആ ഉത്കണ്ഠയെ മറക്ക്, ആ ഭയപ്പാടിനെ
പഴയതിനെ മറക്ക്, പുതിയത് പുതിയത് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന് നിങ്ങളെ മാനിക്കും. ആമേൻ. നിങ്ങൾ തിരിച്ചറിയുക, കഴിഞ്ഞു പോയതും മരിച്ചതും ഒരുപോലെയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, കഴിഞ്ഞു പോയതും മരിച്ചതും ഒരുപോലെയാണ്. ആമേൻ, സ്തോത്രം. ഒത്തിരി പേർ പ്രൈസർ ഫാമിലിയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വിളിക്കുമ്പോൾ പോലും ഒരു സഹോദരി, ആ സഹോദരി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. കേൾക്കണമേ സഹോദരി, നിന്നോട് പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞു തരാം. ആമേൻ, സ്തോത്രം. ഒത്തിരി പേർ ഇപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആമേൻ, സ്തോത്രം. മാതാപിതാക്കൾ വേർപെട്ടു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയി. ആ വേദനയിലായിരിക്കുന്നവരുണ്ട്. കേൾക്കണമേ, അതൊരു വേദന തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇവൻ ദുഷ്ടനാണ്, ഇവൻ കാലനാണ്, ഇവൻ അങ്ങനെയുള്ള സോഫ്റ്റ് ഫീലിങ്സ് ഒന്നുമില്ല. അതുകൊണ്ടല്ല. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആദ്യം മാറിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ മാറേണ്ടത് കാണേണ്ടവരാണ്. ആമേൻ. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ അത് കണ്ടേ പറ്റത്തുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? ദീർഘായുസ് വേണം. നീ ദീർഘായുസുള്ളവനായിരിക്കുമെങ്കിൽ ഒരുപാട് പേര് മാറിപ്പോകുന്നത് കണ്ട് കരയേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ലേ? ആമേൻ. നിങ്ങൾ 100 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് പിരിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെ മറികടക്കുവാനായിട്ട് കഴിയും? അല്ലെങ്കിൽ എങ്ങനെ വേദനയില്ലാതെ വേർപെട്ടു പോയവരെ നമുക്ക് യാത്ര അയക്കുവാനായിട്ട് കഴിയും? അവർ ജീവനോടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവർക്കൊരു മരണമുണ്ട്, ഒരു നാൾ അവർ നമ്മളെ വിട്ടു പോകും എന്ന ബോധ്യത്തോടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ, ഇത് കർത്തൃമേശയുടെ ദിവസമാണല്ലോ, കേൾക്ക്, അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യണമെന്നല്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്തോത്രം. 2 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. ആമേൻ. വയസ്സായി വാർദ്ധക്യത്തിലെത്തിയവർ, അവരുടെ ആഗ്രഹവും അവരുടെ വെപ്രാളവും സ്വപ്നവും എന്തായിരിക്കും? ആമേൻ. ഞാനീ പറയുന്നത് ഒരു മേജർ വിഭാഗത്തിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒന്നും പെടാത്ത ഒരു ചെറിയ വിഭാഗം എപ്പോഴും കാണും. അവരവിടെ നിൽക്കട്ടെ. ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യൻ തൻ്റെ യൗവനകാലത്ത് അവന് ഒരു പ്ലാൻ വരച്ചു വീട് വയ്ക്കുവാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 5 മുറിയുണ്ട്, എല്ലാം റെഡിയാക്കി, പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുവാൻ എഞ്ചിനീയർ വന്നു, വർക്കിന് സാധനം ഇറക്കി. അവസാന നിമിഷം അവൻ ചാടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു റൂം കൂടെ വേണം. ആമേൻ. ഇതുപോലെ കുറച്ചുകൂടെ വീതി വേണം. അതായത് എൻ്റെ മകൻ ഇങ്ങനെ വളരുമ്പോൾ അവൻ ഇവിടെ താമസിക്കണം. അവൻ്റെ ടേസ്റ്റ് ഇതാണ്. അപ്പോൾ അവനനുസരിച്ച്. ആമേൻ. ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നത്തിൻ്റെ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് ആരില്ല? അവൻ്റെ തലമുറകളില്ല. ആമേൻ. അവനൊരു വീട് വെച്ചാൽ, അവനൊരു വസ്തു വാങ്ങിയാൽ, അവൻ എന്ത് വാങ്ങിയാലും, ആമേൻ, നമുക്കറിയാമായിരിക്കും ചിലപ്പോൾ ഈ വീട് ഒരു 20 വർഷമൊക്കെ ഇരിക്കത്തുള്ളൂ, എങ്കിലും ഇതൊരു 100 വർഷം ഇരിക്കണം. നമ്മുടെ മക്കൾ അവിടെ പാർക്കണം, അവൻ്റെ ഭാര്യ വരണം. അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പോലും നമ്മൾ കിച്ചൺ സ്ലാബൊക്കെ ചെയ്യും. അവൻ്റെ ഭാര്യയ്ക്ക് ഇത്ര പൊക്കം കാണും, അതുകൊണ്ട് കിച്ചൺ സ്ലാബ് ഇത്ര പൊക്കമേ പാടുള്ളൂ, അതുകൊണ്ട് വാഷ് ബേസിൻ ഇങ്ങനെ ഇരിക്കണം. മോഡേൺ കാലമില്ല, അതുകൊണ്ട് മോഡേണൊക്കെ ചെയ്യും. എന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത പരിപാടി നോക്കിക്കൊണ്ട് നിൽക്കും. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും, ഇതെനിക്ക് പണ്ടറിഞ്ഞുകൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയാം. ആമേൻ. എന്ത് ചെയ്താലും അതിൻ്റെ അവസാനം മക്കളിലേ എത്തി നിൽക്കത്തുള്ളൂ. ആമേൻ. നമ്മൾ കാണുന്ന സ്വപ്നമെല്ലാം അവസാനിക്കുന്നത് മക്കളിലാണ്. നമ്മൾ കാണുന്ന ആഗ്രഹങ്ങൾ, നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം ചെന്ന് നിൽക്കുന്നത് മക്കളിലാണ്. നിങ്ങളെ ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. നോക്ക്, ഇത് കഴിയും. ആമേൻ. ഇവർ ഈ വെപ്രാളപ്പെടുന്ന, വാരിക്കൂട്ടാൻ വേണ്ടി ഓടുന്ന, ഇവർ ചേർത്ത് വയ്ക്കാൻ വേണ്ടി അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് അവക്ക്, ഇത് അവന്, ഇത് മൂത്തവന്, ഇത് ഇളയവന്, ഇത് അവരുടെ കൊച്ചിന്, അവൻ്റെ കൊച്ചിന്, ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഇതെല്ലാം മാറിയിട്ട് ഈ വെപ്രാളം എല്ലാം കഴിഞ്ഞിട്ട് ഈ പിള്ളേരെ കണ്ണ് നിറയെ കാണാൻ വേണ്ടി ഇവർ കിടക്കുന്നൊരു സമയമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയം, ഒത്തിരി നാളൊന്നും അങ്ങനെ അവർ കിടക്കത്തില്ല. ആമേൻ, സ്തോത്രം. ആ സമയം, ആമേൻ, അവരുടെ കണ്ണടയുന്നത് മക്കളുടെ മുഖം കണ്ടായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇതെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല, ബൈബിൾ അങ്ങനെ പറയുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹമുണ്ടാകും, നന്മ ഉണ്ടാകും. ആമേൻ, സ്തോത്രം. അതിനു മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാകരുത്. ആമേൻ, സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അവരുടെ പിതാവിൻ്റെ അടുക്കലേക്ക്, നമ്മുടെ പിതാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്ന ആ സമയം വരെ അവർ കണ്ണു തുറന്ന് നമ്മൾ പൂർണ്ണമായിട്ട് കാണണം. അപ്പോൾ അങ്ങനെ നമ്മുടെ യൗവനം നമ്മൾ മാറ്റിവെക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടാകും. നമുക്ക് മക്കൾ കാണും, നമ്മുടെ ഭർത്താവ് കാണും, നമ്മുടെ കുടുംബം കാണും, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇതൊന്നും നോക്കരുത് പ്രിയരെ. ആമേൻ, സ്തോത്രം. എന്തൊക്കെ മാറ്റിവെക്കേണ്ടി വന്നാലും അവരുടെ ഈ ലോകത്തിലെ അവസാന ദിവസങ്ങളിൽ, കാരണം അവർ നല്ല യൗവനത്തിൽ സ്വപ്നം കണ്ടത് മുഴുവനും നമ്മളെക്കുറിച്ചാണ്, അവർ ആഗ്രഹിച്ചത് മുഴുവനും നമ്മളെക്കുറിച്ചാണ്, അവർ ജീവിച്ചത്
മുഴുവനും നമുക്ക് വേണ്ടിയാണ്. അവരുടെ അവസാന കാലത്ത് അവരുടെ കൺമുമ്പിൽ തന്നെ നമ്മളുണ്ടായിരിക്കണം. അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് പണം വേണ്ട, അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന വേണ്ട. ഒരു സമയം വരെ നല്ല സമയത്തൊക്കെ ആമേൻ പല അപ്പന്മാരും അമ്മമാരും പേഴ്സ് ആരുടെയും കയ്യിൽ കൊടുക്കത്തില്ല, ഇങ്ങനെ കൊണ്ട് നടക്കും. ഒന്ന് പ്രായമായി കഴിഞ്ഞാൽ എടുത്തിട്ട് കൊടുക്കും. ഇന്നാ നീ എടുത്തോ, എനിക്ക് പേഴ്സ് വേണ്ട, ഒന്നും വേണ്ട, മോനെ നീ എൻ്റെ മുമ്പിലൊന്ന് ഇരുന്നാൽ മതി. ആമേൻ സ്തോത്ര. ആ സമയം അവരുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകണം. ആമേൻ. ആ സമയം അവരുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. അതിൻ്റെ കാരണം വഴിയെ പറഞ്ഞു തരാം. ആമേൻ സ്തോത്രം. അവരുടെ കൺമുൻപിൽ ഉണ്ടായിരിക്കണം. അതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും വേണം. ആമേൻ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചിലത് നഷ്ടപ്പെടുത്തിയെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ആമേൻ. നമ്മളൊക്കെ പറഞ്ഞില്ലേ, ചിത്രശലഭത്തെ പോലെ പാറി നടന്ന ആ പുള്ളിപ്പാവടയിട്ട കാലം, ആ ശരീരത്തെയൊക്കെ നശിപ്പിച്ചിട്ടാ ഓരോ അമ്മമാരും നമുക്ക് ജന്മം നൽകിയത്. ആമേൻ ഹല്ലേലൂയ. അവരുടെ സൗന്ദര്യത്തെ അവർ കളഞ്ഞു, അവരുടെ യൗവനത്തെ അവർ കളഞ്ഞു, അവരുടെ സ്വാതന്ത്ര്യത്തെ അവർ കളഞ്ഞു, അവരുടെ സന്തോഷത്തെ അവർ കളഞ്ഞു. അതുവരെ വീട്ടിനകത്തെ ഏറ്റവും നല്ലത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവൾ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നല്ലതൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. പിന്നെ ഏറ്റവും വേസ്റ്റ് മാത്രം കഴിക്കുവാനായിട്ട് തുടങ്ങും. ആമേൻ. ഏറ്റവും ഇഷ്ടപ്പെട്ടതെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കും, ഏറ്റവും നല്ലതെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശയുടെ പങ്കാളികളും ഓഹരിക്കാരുമായി മാറുവാൻ പോവുകയാണ്. ദൂരെ എന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങൾ എവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇത് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ അവസാനം കണ്ണടയ്ക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെ കാണണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾ, അവരുടെ വാർദ്ധക്യത്തിൽ അവർ വേദന എടുത്ത് കരയുന്ന, അവർ ഉള്ളം കൊണ്ട് നീറുന്ന, അവരുടെ വേദന പുറത്താരും പറയുവാൻ കഴിയാത്ത ആ അവസ്ഥയിൽ സമയത്ത് നിങ്ങൾ അവർക്കൊപ്പം തന്നെ ആയിരിക്കണം. ഇതായിരിക്കണം ഈ ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത കോഴ്സായിട്ട് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്തത്. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മുത്തു ചോദിച്ചു. ആമേൻ സ്തോത്ര. പാപ്പ ഇങ്ങനെ സ്തോത്ര, അമ്മ എപ്പോഴും അവിടെ പോയിരുന്നാൽ നമ്മുടെ മുത്തുമണിയുടെ കാര്യം എന്താണ്, അവൻ്റെ കാര്യം നോക്കണ്ടേ, അവനെ കാണണ്ടേ? ഞാൻ പറഞ്ഞു, ആരെ കണ്ടാലും കണ്ടില്ലെങ്കിലും അവളെ ജനിപ്പിച്ച് ഇത്രത്തോളം വളർത്തി അവളെ അപ്പനെ കാണുന്നതാണ് അനുഗ്രഹം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളും ഇത് കണ്ട് തന്നെ വളരണം. ഇതുപോലെ നിങ്ങളുടെ അപ്പനെയും അമ്മയും നോക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഒരു ചിന്ത വരും, ചിലപ്പോൾ അവനും ചിന്തിക്കും, ഞാനിപ്പോൾ നോക്കിയത് തന്നെ നമുക്കൊരു പ്രതീക്ഷയില്ലെന്നേ, ദൈവം കാണും. ആമേൻ ഹല്ലേലൂയ. മക്കൾ കണ്ടില്ലെങ്കിൽ ദൈവം കാണും. അവസാന നിമിഷം നമുക്ക് നിലവിളിക്കാൻ പറ്റും, ദൈവമേ ഞാനന്ന് നോക്കിയിട്ടും എന്നെ തിരിഞ്ഞു നോക്കുവാൻ ഒരാളും ഇല്ലല്ലോ എന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നോക്കിയിട്ട് നമ്മുടെ മക്കൾ നമ്മളെ നോക്കിയില്ലെന്ന് സങ്കടപ്പെടണ്ട. പ്രതിഫലം ദൈവം തരും. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത് നീ ചെയ്താൽ മതി. പ്രതിഫലം തരുന്നത് ദൈവമാണ്, മറുപടി തരുന്നത് ദൈവമാണ്, അനുഗ്രഹം തരുന്നത് ദൈവമാണ്, ആശ്വസിപ്പിക്കുന്നത് താങ്കിലോടെ യേശുവിൻ നാമത്തിൽ ആശ്വസിപ്പിക്കുന്നത് ദൈവമാണ്. ഇനി വേറെ ചിലരുണ്ട്, എന്നെ പോലെ ചിലർ ചിന്തിക്കും, ആമേൻ അവരെത്ര സ്നേഹിച്ചാലും വേറെ ചില മാതാപിതാക്കളുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും സ്തോത്രം മക്കളുടെ തകർച്ച കാണണം, മക്കളുടെ കഷ്ടം കാണണം, മക്കൾ വേദനിക്കുന്നത് കാണണം. അങ്ങനെയും മനുഷ്യരുണ്ട്. എല്ലാ വിരലിലെ 5 വിരലും ഒരുപോലെ അല്ലല്ലോ, അങ്ങനെയും ഉണ്ട്. അങ്ങനെ ഇല്ലാത്തവരൊന്നുമില്ല. ആമേൻ സ്തോത്രം. ചില സമയത്ത് മനുഷ്യർ അങ്ങനെയൊക്കെ ആയിത്തീരും. ആമേൻ. നിങ്ങൾ തിരിച്ചറിയുക, ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്, ഇതൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അവരെങ്ങനെ പെരുമാറിയാലും, അവരെന്ത് ചെയ്താലും, അവരെന്ത് പറഞ്ഞാലും നമ്മൾ മക്കളാണ്, നമ്മൾ മക്കളായി തന്നെ ഇരിക്കുക. ആമേൻ സ്തോത്രം. അവർ നമ്മെ സ്നേഹിക്കുകയോ അവർ നമ്മെ ദോഷിക്കുകയോ അവർ നമ്മളെ ഉപദ്രവിക്കുകയോ ഇതൊന്നും നമ്മളെ വിഷയമല്ല. ആമേൻ സ്തോത്രം. പലപ്പോഴും വിജി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്യുമ്പോൾ മുത്ത് പറയും, അടുത്തത് കിട്ടാൻ സമയമായി, അമ്മയ്ക്ക് ഇപ്പം കാര്യമായിട്ട് കിട്ടും. ആമേൻ. വിജി വല്ലതും ചെയ്യുമ്പോൾ സ്തോത്രം അവൾ ഞാൻ അറിയാതെ ചെയ്യും, പക്ഷെ മുത്തറിയും. അവൻ വന്നിട്ട് പറഞ്ഞു, പപ്പ ഇന്ന് ചെയ്തിട്ടുണ്ട്, അടുത്ത ബോംബ് ഏത് നിമിഷവും പൊട്ടും. ആമേൻ. അടുത്ത പണി ഇതാ വരാൻ പോകുന്നു. ആമേൻ. അവർ പണി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ കൂലി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ. ആ കൂലിയാണ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. അല്ലാതെ ഞങ്ങളുടെ നീതി പ്രവൃത്തിയല്ല, ഞങ്ങൾ എന്തെങ്കിലും മാജിക്കൽ പവർ ഉള്ളത് കൊണ്ടല്ല, ഞങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്തതിൻ്റെ ആ ഫലമാണ്. ആമേൻ. നമ്മുടെ മാതാപിതാക്കളെ അവർ എങ്ങനെയായിരുന്നാലും, അവർ നമ്മളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അവരെ കരുതുക, അവർക്കൊപ്പം നിൽക്കുക, അവരെ സ്നേഹിക്കുക. ആമേൻ സ്തോത്രം. കേൾക്കണമേ, നമ്മുടെ യേശുവിനെ നമ്മളെല്ലാം ദൈവമായിട്ട് ഇതിനകത്ത് വന്നിരുന്ന് ആരാധിക്കുന്നവരാ. 3-ൽ 2 പേർ, കുറച്ചു കാലത്തിന് മുമ്പ് 2 പേർ, ഒരുപക്ഷെ ഒരാളൊക്കെ ആയിരിക്കാം, 3-ൽ ഒരാളൊക്കെ ആയിരിക്കാം യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് ആരാധിക്കുന്നത്. അതായത് 600 കോടി ജനമുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 200 കോടി പേരൊക്കെ ദൈവത്തെ, യേശുവിനെ ദൈവമായിട്ട് കാണുന്നുണ്ടായിരിക്കാം, ആരാധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ 3-ൽ 3 പേരും അല്ലെങ്കിൽ 99% പേരും യേശുവിനെ ഒരു നല്ല ഗുരുവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ഹൈന്ദവന്റെ വീട്ടിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചേക്കും, നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. ആമേൻ. അതിൻ്റെ താരെ എഴുതിയിരിക്കും ഗാന്ധിജി പറഞ്ഞെന്ന്. ഗാന്ധിജി ബൈബിളിൽ നിന്നെടുത്ത് പറഞ്ഞതാണെന്ന് ലൂക്കോസ് വിശേഷത്തിൻ്റെ ലേഖനം. പഠിപ്പിച്ചത് മൊത്തം യേശുവാണ്. നല്ല ഗുരുവായിട്ട് യേശുവിനെ അറിയാം. ആമേൻ ഹല്ലേലൂയ. നല്ല ഗുരുവായിട്ട് യേശുവിനെ ഇഷ്ടം. ആ ഗുരുവിൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ആമേൻ
ഹല്ലേലൂയ. അവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ സ്തോത്രം. ഇന്ന് പലരും സ്നേഹിക്കുന്നേ ഞങ്ങൾക്ക് സ്നേഹിച്ചാൽ തരാൻ വേണ്ടി അവരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, അവരുടെ ബാങ്കിൽ അക്കൗണ്ടിലൊന്നും ഇല്ലല്ലോ, അവരുടെ പേഴ്സിലൊന്നും ഇല്ലല്ലോ. ആമേൻ. ഇത് പ്രതീക്ഷിച്ചല്ല നിങ്ങൾ അവരുടെ അടുക്കൽ നിൽക്കുവാനുള്ളത്. ഞാൻ പറഞ്ഞു തരാം. ആമേൻ. യാക്കോബ് എന്ന അനുഗ്രഹീതനായ മകൻ, ഇസഹാക്ക് എന്ന അനുഗ്രഹീതനായ അപ്പൻ്റെ മകൻ, ഒരിക്കൽ അപ്പൻ്റെ മുൻപിൽ ഒരുപാട് കള്ളത്തരമൊക്കെ കാണിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പോയി നിൽക്കുകയാണ്. നിങ്ങൾ കേൾക്കണമേ, അപ്പൻ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കുകയാണ്. മകനെ അനുഗ്രഹിച്ചു. നമ്മുടെ അനുഗ്രഹം എന്താ? വീട് എനിക്ക് കിട്ടി, അവക്ക് വീട് കൊടുത്തില്ല, എനിക്ക് തന്നു, സന്തോഷമായി. അപ്പോൾ അല്ലെങ്കിൽ സഹോദരന് കൊടുത്തില്ല, എനിക്ക് കിട്ടി. നമ്മുടെയൊക്കെ സന്തോഷം. പേഴ്സ് എനിക്ക് കിട്ടി, അക്കൗണ്ട് എനിക്ക് കിട്ടി, മറ്റേ സാധനമില്ല, കിടുതാപ്പല്ല എനിക്ക് കിട്ടി, പപ്പ പണ്ടേ പൂട്ടി വെച്ചിരുന്ന ആ പെട്ടി എനിക്ക് കിട്ടി. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ അപ്പൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പം യാക്കോബിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചുള്ളിക്കമ്പ്. അപ്പൻ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഇത്രയും വലിയ അപ്പൻ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ മോൻ്റെ കയ്യിലുള്ളത് ഒരു ചുള്ളിക്കമ്പ്. പക്ഷെ അപ്പൻ്റെ അനുഗ്രഹം അവൻ്റെ മേലുണ്ടായിരുന്നു. ആ അനുഗ്രഹത്തെ നിറവേറ്റാൻ ആരും ഉണ്ടായിരുന്നു? ദൈവവും ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മാതാപിതാക്കൾ അവരുടെ ശുഷ്കിച്ച കൈകൊണ്ട്, അവരുടെ വിറയ്ക്കുന്ന അധരങ്ങൾ കൊണ്ട് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്നോട് കൂടിയിരിക്കും, നിന്നെ നന്നായി ആ നല്ല വാക്കിനെക്കാളും വലുതൊന്നും വേണ്ട. ഒരപ്പനും അമ്മയ്ക്കും തന്ന് നിറയ്ക്കാൻ പറ്റാത്തതുപോലെ ദൈവം മക്കൾക്ക് തന്ന് നിറയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ വേദപുസ്തകം ചുമക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന് നടക്കുന്നത്. അപ്പനും അമ്മയും അനുഭവിച്ചതല്ല, അതിൻ്റെ അനേക ഇരട്ടി മടങ്ങ് അനുഭവിക്കുന്ന മക്കൾ. ആമേൻ. അപ്പനും അമ്മയും ചിലപ്പം ചുള്ളിക്കമ്പായിരിക്കും തരുന്നത്, പക്ഷേ ആ ചുള്ളിക്കമ്പ് കൊണ്ട് രണ്ട് വലിയ കൂട്ടത്തെ മേച്ചു തിരിച്ചു നടക്കുവാൻ പ്രാപ്തി നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതാപിതാക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ കരുതുക, മാതാപിതാക്കൾക്ക് വേണ്ടി നിൽക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ആമേൻ. ആ വിഷയം ഇങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഇപ്പോഴും പലരുടെയും ചിന്ത അവിടെ നിൽക്കുക. എൻ്റെ അപ്പൻ അയ്യോ, എൻ്റെ അപ്പൻ അയ്യോ, എൻ്റെ അമ്മ അയ്യോ, പണ്ട് അതിൽ നിൽക്കുക. ആമേൻ. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? മറന്നു കളയണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അവർ ആയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിവുള്ളത് ചെയ്യുക. ഇനി മറന്നു കളയാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാകും. വേഗത്തിൽ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ആമേൻ. ഒരു സഹോദരി, അവൾ യൗവനക്കാരിയാണെന്ന് ചിന്തിച്ചോ. ഒരു സഹോദരി, തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അപ്പോൾ മരണ വീട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പെട്ടിയിൽ സഹോദരനെ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. സഹോദരി ഇങ്ങനെ പെട്ടിയുടെ പുറത്ത് കിടന്ന് കരയുക, ഈ എന്ന് കരയുകയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പോൾ പെട്ടി എടുക്കാൻ സമയം. അപ്പോഴെന്ത് ചെയ്യും? ഈ സൗണ്ടിൻ്റെ ടോൺ മാറും. കീബോർഡും റിതം പാഡും ഡ്രമ്മും എല്ലാം കൂടെ വെച്ച് വായിക്കുന്നത് പോലെ ഒരു ഹൂങ്കാര ശബ്ദം. വിടത്തില്ല, എൻ്റെ ചേട്ടനെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ്. ഇത് സ്തോത്രം ആരെയും സങ്കടത്തെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇനി നിങ്ങൾ ഈ ഭാഗം ഒന്ന് ഭാവനയെ കണ്ടിട്ട്, അപ്പം 4 പേര് എടുക്കാൻ വേണ്ടി നിൽക്കുക. ഒന്ന് ഞാനും മുത്തും ചിത്തും വേറൊരാളുമാണെന്ന് ചിന്തിച്ചോ. നമ്മൾ ഈ ചേച്ചിയുടെ ചേട്ടനെ എടുത്തുകൊണ്ട് ശവക്കുഴിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു, അത്ര വെപ്രാളാണെങ്കിൽ പിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു സൈഡിൽ നിന്ന് വിട്ട്, മുത്തും ഒരു സൈഡിൽ നിന്ന് വിട്ട്, ജിത്തുവും മറ്റവനും കൂടെ വിട്ടിട്ട് പോയി. അപ്പോഴാ പെണ്ണുമ്പിള്ള എന്തൊരു ചിന്തിക്കും? വേണ്ടായിരുന്നു അവന്മാർ ഇത്, പിന്നെ ഇത് അവിടെ ഇട്ടുകൊണ്ട് കിടന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? വിളിക്കാനൊക്കെ പറ്റും. പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അത് നാറും. ആമേൻ. ഹല്ലേലൂയ. കാരണം അത് പോയി, അത് നമ്മളെ വിട്ട് പോയി. ഇനി അത് നമുക്ക് രോഗമാണ്. നോക്കിയേ, ഇതിനകത്ത് അമ്മയുടെ ശുശ്രൂഷ നടക്കുന്ന സമയം ഇതിനകത്തിരുന്നവരെല്ലാം അമ്മയെ സ്നേഹിക്കുന്നവരാ. ശശിയങ്ങൾ ഇവിടെ വന്നു നിന്നിട്ട് 2 വാക്ക് പറയാൻ പറ്റാതെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അത്രയും സങ്കടപ്പെടുന്നവരാ. അപ്പോൾ അമ്മയുടെ ബോഡിയിൽ അവസാനമായിട്ട് ഉമ്മ കൊടുക്കുമ്പോൾ മുത്തുമണിയെ കൊണ്ട് അവന് അമ്മയ്ക്കൊരു ഉമ്മ കൊടുപ്പിച്ചു. അപ്പോഴടുത്ത് നിന്ന് അതുവരെ സങ്കടപ്പെട്ടെന്ന് ആരോ പറയുകയാണ്, കുഞ്ഞിനെ കൊണ്ട് എന്തിനാ അങ്ങനെ ചെയ്യിപ്പിച്ചോ, കൊണ്ട് വായി നല്ലതുപോലെ കഴുകി കൊടുക്കുക. കാരണം അമ്മ പോയി, അത് പോയിസനാണ്. പിന്നെ നമുക്കറിയാം. ആമേൻ. കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞു പോയി. അതേക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ കഴിഞ്ഞു പോയതിന് എന്ത് ചെയ്യും? നമ്മൾ കല്ലറയിൽ കൊണ്ടുവയ്ക്കും. അത് എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും അത്ര വേണ്ടപ്പെട്ടവരായിരുന്നു. അല്ലാതെ എന്നും കല്ലറ തുറന്ന് നമ്മൾ അതിനകത്ത് പെരിച്ചാഴിയെ പോലെ കിടക്കൂല. ആമേൻ. സ്തോത്രം. അപ്പോൾ മനുഷ്യർ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞു പോയ സാധനങ്ങൾ. ഇതും പോയി. അത് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അതുണ്ടാക്കിയ അനുഭവം പോയി. ആമേൻ. നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ കഴിച്ച ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ പോയി. ഇനി അത് തിരിച്ചു കിട്ടിയിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നവനെ നമ്മൾ പള്ളിക്കകത്ത് കയറ്റുമോ? ഇതുപോലെ അത് ഇന്നലെ ടേസ്റ്റ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കൂടെ മറ്റേ സാധനം ഒലിച്ചു വന്ന് അതുകൊണ്ട് ഞാൻ കളയൂലെന്ന് പറഞ്ഞ് ഒരു കവറിൽ കൊണ്ടു നടന്നാൽ ഇതിനകത്ത് ആരെങ്കിലും കയറ്റുമോ? അത് പോയി. നമുക്കറിയാം, അത് നമ്മളെ സന്തോഷിപ്പിച്ചു, അത് നമുക്ക് രുചി തന്നു. പക്ഷെ അത് പോയി.
ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം. ഇന്ന് ഇതിനകത്ത് ഈ സമയമായിരിക്കുമ്പോൾ അടുത്തൊരാഴ്ച പുതിയത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കണം. ഞാൻ മറന്നു, ഞാൻ പഴയത് മറന്നു. മറക്കുവാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. മറക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവർക്ക് മറക്കുവാൻ കഴിയാത്ത ഇവരുടെ വേദനകളെ മറക്കുവാൻ, ഇവരുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ മറക്കുവാൻ, ഇവരുടെ കഷ്ടതകളെ മറക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആമേൻ. നിങ്ങൾ മറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് അവൻ നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. യോസേഫ് മറന്നു, അപ്പനെയും മറന്നു, സഹോദരന്മാരെയും മറന്നു. പക്ഷെ ദൈവം മറന്നോ? മറന്നില്ല. യോസേഫിൻ്റെ അടുക്കൽ ഈ സഹോദരന്മാർ വന്നു. അതിനുശേഷമുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. യോസേഫ് ആരാ? മിസ്രയീമിലെ പ്രധാനമന്ത്രി. യവന്മാരവിടെ ഗോഷാനിൽ കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴിവർ പുതിയ ആൾക്കാരാണ്, 70 പേരേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, ഫേസ്ബുക്കിൽ കൂടെ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇട്ടോ ഒന്നും അറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആർക്കും അറിയത്തില്ല. ഓരോരുത്തർ കാണുമ്പോഴും ചോദിക്കും, നിങ്ങൾ ആരാ? ഞങ്ങളുടെ കൂട്ടത്തുള്ളവരല്ലോ. അപ്പോഴവരെന്ത് പറയും? യോസേഫ് പ്രധാനമന്ത്രി ഞങ്ങളുടെ സഹോദരനാണ്. അവനെ മറക്കാൻ വേണ്ടി ഇവരെന്തോരം പാടുപെട്ട് കാണും. മറക്കാൻ പറ്റുമോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് നിങ്ങളെ മറക്കുവാൻ കഴിയാത്ത നാളുകളെ ദൈവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അവരെ മറക്ക്. ആമേൻ. ആ ഉപദ്രവങ്ങളെ മറക്ക്, ആ ഇല്ലായ്മകളെ മറക്ക്, ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ മറന്നു കളയുക. ആമേൻ. നോക്കൂ, ഏകദേശം 15 വർഷങ്ങളാണ് സ്തോത്രം ദാവീദിനെ ശൗൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ശ്രദ്ധിക്കണമേ, ശൗൽ ഏകദേശം 15 വർഷം ദാവീദിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ശൗലിൻ്റെ രാജസ്ഥാനം കൊടുത്തില്ല, മകളെ കൊടുത്തു പറ്റിച്ചു. ശൗലിനെ തേരാപാരായിട്ട് ഓടിച്ചു. അവൻ്റെ സ്വസ്ഥതയെ കളഞ്ഞു, സമാധാനത്തെ കളഞ്ഞു. ഒരു മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയുന്ന എല്ലാ ഉപദ്രവവും ശൗലിൽ നിന്ന് ആരനുഭവിച്ചു? ദാവീദ് അനുഭവിച്ചു. അവസരം നോക്കി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ ശൗൽ എന്താ ചെയ്യുന്നു? കുന്തം എടുത്ത് നെഞ്ചി കുത്തി തുളയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അത്രമാത്രം വേദനിപ്പിച്ചു, അത്രമാത്രം കഷ്ടപ്പെടുത്തി. ഏകദേശം 15 വർഷം. ഈ കഷ്ടത തീരുന്ന ആ സമയത്ത് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 24-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവസാനമായിട്ട് ശൗലിനെ ദാവീദ് കാണുകയാണ്. ശൗൽ ഒരു ഗുഹയുടെ അടുക്കൽ കിടക്കുക. എന്തിനു വേണ്ടി വന്നത്? കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ച് തിന്നാൻ വേണ്ടി വന്നതല്ല. ആമേൻ. ഇവനെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്ത് ഒരു കൂട്ടം ആളിനെയും കൊണ്ട് വന്നതാ. കിടക്കുക. അപ്പോൾ ഇവൻ്റെ ബാല്യക്കാരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാവീദ് നിൻ്റെ സമയമാണ്, പോയി കണക്ക് തീർത്തോ, 15 വർഷത്തെ കണക്കുണ്ട്. നമ്മളൊറ്റ കാണുമെങ്കിൽ എന്ത് ചെയ്യും? ആമേൻ. നമ്മൾ അന്യഭാഷയിൽ വരെ അവരെ വെട്ടും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു ഗുണമുണ്ട്. ആമേൻ. നമ്മൾ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും നമുക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ പായും തായും പൂവെന്ന് ഉപയോഗിക്കില്ല. പക്ഷേ നമ്മൾ അന്യഭാഷയിൽ പുതിയ പുതിയ വേർഡുകൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ വരെ വെട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. ആമേൻ, സ്തോത്രം. അപ്പോൾ ദാവീദിൻ്റെ കയ്യിൽ കൂടെ നടന്നവൻ കൊണ്ടുവന്ന് വാൾ കൊടുത്തു. വെട്ട് ദാവീദേ, പകരം വീട്ട്, ഇവനെ വെട്ടി വെട്ടി നശിപ്പീരേ. ആമേൻ, സ്തോത്രം. ദാവീദ് ആ വാളിനെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവൻ്റെ അങ്കിയുടെ ഒരു ഭാഗം അറുത്തെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത്തെ പോലെ കീറി വരുന്ന ചീട്ടി തുണിയല്ല. പണ്ട് രാജാക്കന്മാർ വെട്ടുകൊണ്ട് ചാവാതിരിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് നടന്ന നല്ല കട്ടിയുള്ള തുണിയാണ്. രാജാവ് ഇട്ടയ്ക്കുന്ന വസ്ത്രമാണ്. രാജാവ് ഇട്ടയ്ക്കുന്ന 5000 വർഷത്തിന് മുമ്പിലുള്ള രാജാവിൻ്റെ വസ്ത്രവും ഇപ്പോഴും പല പല കൊട്ടാരങ്ങളിലും ഉണ്ട്. ഇതുവരെ നശിച്ചു പോകാത്ത കാര്യം. അപ്പോൾ ഇതിനെ അറുത്തെടുക്കണമെങ്കിൽ എന്തോരം പാടായിരിക്കും. ആമേൻ, സ്തോത്രം. ഇതിനെ അറുത്ത് പറക്കി റെഡിയാക്കി എടുക്കണം. ഇന്ന് വെറും കുത്തിവയ്പ്പ് നടത്തി കൊണ്ടുവരുന്ന ഒരു വെള്ളക്കോഴിയെ വെട്ടിമുറിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പറ്റത്തില്ല, ആണുങ്ങൾക്കും പറ്റത്തില്ല. അത്ര കഷ്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. വെട്ടുകൊള്ളാത്ത സാധനത്തിനെ ശൗൽ ഉണരാതെ അറുത്ത് പാടുപെട്ട് അറുത്ത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10,000 തവണ ശൗൽ ഉണരാതെ തന്നെ ശൗലിനെ കൊല്ലാൻ ദാവീദിന് പറ്റുമായിരുന്നു. ആമേൻ. അറുത്തെടുത്തുകൊണ്ട് പോയി അങ്ങ് ദൂരെ ഒരു മലയുടെ മണ്ടയിൽ പോയി നിന്നിട്ട് ദാവീദ് വിളിക്കുന്നൊരു വിളിയുണ്ട്, എൻ്റെ പിതാവേ. ആരെയാ വിളിച്ചേ? ശൗലിനെ വിളിച്ചേ, എൻ്റെ പിതാവേ. നമ്മൾ വിളിക്കുമോ? ആമേൻ. കൊല്ലാൻ നടക്കുന്നവൻ 15 വർഷമായിട്ട് കൊല്ലാൻ നടക്കുക, 15 വർഷമായിട്ട് ഉപദ്രവിക്കുക, 15 വർഷമായിട്ട് വേദനിപ്പിക്കുക. എന്നിട്ടും വിളിക്കുക, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഞാൻ നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിനക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നീ എൻ്റെ കയ്യിലിരിക്കുന്ന അങ്കിയുടെ തുമ്പ് കണ്ടോ? ഈ അങ്കിയുടെ അറ്റം കണ്ടോ? ഇത് അറുത്തെടുത്തപ്പോഴും എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്യുകയുമില്ല, ഞാൻ തെറ്റ് ചെയ്യത്തില്ല. തെറ്റ് ചെയ്യാത്ത ദാവീദിനെ 15 വർഷമായി ഉപദ്രവിച്ചവനെയും പിതാവേ എന്ന് വിളിച്ച് ക്ഷമിക്കുവാൻ, മറക്കുവാൻ സ്തോത്രം ദാവീദിന് കഴിഞ്ഞതുകൊണ്ട് ദൈവം ദാവീദിന് ശ്രേഷ്ഠകരമായ ഇസ്രായേലിൻ്റെ സിംഹാസനം നൽകി 1-ാമത്തെ രാജാവിനേക്കാൾ ശ്രേഷ്ഠനാക്കി. അതിനുശേഷം
ശേഷമുള്ള രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠരാക്കി വാഴിച്ചുവെങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളെ കൊല്ലുവാൻ നടക്കുന്നവരുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുവാൻ നടക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരുണ്ട്, നിങ്ങളെ അപമാനിക്കുന്നവരുണ്ട്. അവർക്ക് എതിരെ നിന്ന് വാൾ ഉയർത്തുവാനല്ല, അവർക്കുയരെ നിൽക്കുവാനല്ല. നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ എന്ന് സ്നേഹത്തോടെ ഇരുന്നപ്പോൾ നിന്റെ വായിൽ നിന്ന് വന്ന വാക്ക് എങ്ങനെയാണോ അതിനപ്പുറം വാക്ക് മാറി വരരുത്. ഹല്ലേലൂയ. പലരും മാറുന്നത് അവരുടെ കുഴപ്പമല്ല, മറ്റു മനുഷ്യരുടെ ഇടപെടലുകൊണ്ട്. ആമേൻ, സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ശൗല് മാറിയത് എങ്ങനെയാ? ദാവീദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു നോക്ക്. ശൗലിന്റെ ജീവിതത്തിൽ ഒരു അനുസരണക്കേടുണ്ടായി. അതിന്റെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു അശുദ്ധാത്മാവിനെ അയച്ചു. ആ അശുദ്ധാത്മാവ് ബാധിച്ച ശൗലാണ് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്, അല്ലേ? അപ്പോൾ പലരും നമുക്ക് ശത്രുക്കളായി തീരുന്നത് അവർക്ക് നമ്മളോട് ബേസിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല. ആമേൻ. എൻ്റെ അമ്മ ഇന്നും എനിക്കൊരു അവസരം, എന്നെ ഒരു വേദനിപ്പിക്കാൻ ഒരു അവസരം കിട്ടി, അത് ചെയ്തിട്ടേ അവർ പോകത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇപ്പോഴും എനിക്ക് സ്നേഹത്തിനൊന്നും കുറവില്ലാത്ത എന്താണെന്നറിയാമോ? അവർ ഒരു നാളിൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഓരോ ആശുപത്രികളിലും ചെറുപ്പകാലത്ത് കിടന്നിട്ട് ആഹാരം കഴിക്കാനില്ലാതെ മറ്റുള്ളവർ കൊണ്ടുപോയി വയ്ക്കുന്നത് എങ്കിലും കിട്ടിയെങ്കിലെന്ന് പറഞ്ഞ് ആശുപത്രികളിൽ കൊണ്ടു നടന്ന് കരഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുള്ളത് കൊണ്ടാണ്. അവരുടെ ഓർമ്മയെ ആരെങ്കിലും മറിച്ച് കളഞ്ഞാലും എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് എൻ്റെ അമ്മ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഓർമ്മയെ മറിച്ച് കളഞ്ഞിട്ടുള്ളൂ, എൻ്റെ ഓർമ്മയെ മറിച്ച് കളഞ്ഞിട്ടില്ല. അവിടെ ശത്രു പ്രവർത്തിച്ചിട്ടുള്ളൂ, അവിടെ മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിനക്കെതിരെ നിൽക്കുന്നവരുടെ ജീവിതത്തിലെ പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ, നിന്റെ ജീവിതത്തിലല്ല. നിന്റെ ജീവിതത്തിലല്ല, പിന്നെ നീ എന്തിനു മാറണം? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലല്ലോ പിശാച്, പിന്നെ നമ്മൾ എന്തിനാ മാറുന്നേ? അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ആമേൻ. പലരുടെയും വാക്ക്, ആമേൻ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയരെ, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകരുത്. ആമേൻ, സ്തോത്രം. നമ്മൾ കാണുന്നത് വെച്ച് നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പറ്റിയതും അതാ. ഒരു സമയമായപ്പോൾ അവർ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ കാലമെല്ലാം അവർക്ക് മറന്നുപോയി. ഞാൻ കേൾക്കാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നും എൻ്റെ അമ്മ തന്നെയാണ്. ആമേൻ. അതുപോലെ പലരും നമ്മോട് പലതും പറഞ്ഞു തരും, നമ്മോട് പലതും വന്നിട്ട് പറയും, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് കേട്ട് ആമേൻ. നോക്കൂ, ശലോമോന്റെ മകൻ, ശലോമോൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാജാവാണ്. അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദാവീദിനെക്കാളും. ഞാൻ പറയും, ദാവീദ് കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഫലം കിട്ടിയത് ആർക്കാ? ശലോമോനാ. ഈ ശലോമോന്റെ മോൻ രാജ്യഭാരം ഏറ്റെടുത്ത ഉടനെ എന്താ ചെയ്തത്? അവൻ നാട്ടുകാരോട് ചോദിക്കാൻ പോയ, ഇവർക്ക് കഷ്ടത ഇളച്ചു കൊടുക്കണോ കഷ്ടത കൂട്ടി കൊടുക്കണോ? ആമേൻ. ഒരു കൂട്ടർ പറഞ്ഞു നീ ഇളച്ചു കൊടുക്ക്, വേറൊരു കൂട്ടർ പറഞ്ഞു കുറച്ചു കൊടുക്ക്. അവൻ്റെ അപ്പനെ പോലെ ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ അവൻ അബദ്ധം പറ്റത്തില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. നാട്ടുകാരോട് ചോദിച്ച് നിങ്ങളെ വീട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കാൻ നിൽക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഭാര്യയെ സ്നേഹിക്കാൻ നാട്ടുകാരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കരുത്. ഭർത്താവിനെ സ്നേഹിക്കുവാൻ നാട്ടുകാരുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കരുത്. മക്കളെ സ്നേഹിക്കുവാൻ, ദേശവാസികളെ സ്നേഹിക്കുവാൻ, ആമേൻ, സ്തോത്രം. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെക്കാളും വലുത് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ മാതാപിതാക്കളെക്കാളും വലുത് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. സ്തോത്രം. ഒരിക്കൽ കൂടി പറയട്ടെ. ആമേൻ, സ്തോത്രം. എത്ര നമ്മളെ സ്നേഹിക്കുന്നവരായിരുന്നാലും അവർക്കൊക്കെ വേറെ കുടുംബവും മാതാപിതാക്കളും ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മളെ ഒരുപാട് സ്നേഹിക്കും, നമ്മൾ ഒരുപാട് കൊണ്ടു നടക്കും. ഇതാണ് എൻ്റെ ചങ്ക്, കരള്, മാങ്ങ എന്നൊക്കെ നമുക്ക് തോന്നും. ഇന്നത്തെ പിള്ളേരൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയാണ്. കൂട്ടുകാരാണ് ലോകത്തിലെല്ലാം, കൂട്ടുകാരില്ലെങ്കിൽ ഒന്നുമില്ല. ആമേൻ, സ്തോത്രം. എന്തെങ്കിലും വന്ന് നോക്കണം, അപ്പോഴറിയാം ഏത് കൂട്ടുകാരൻ കാണുമെന്ന്. ഒരു സ്റ്റേഷനിൽ കയറുമ്പോൾ പറയും, എൻ്റെ അനിയൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ലോകം മുഴുവനും കൂട്ടുകാരാണ്. ആമേൻ. എവിടെ തിരിഞ്ഞാലും കൂട്ടുകാരാണ്. ഞാൻ എപ്പോഴും കാണുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു 10-15 പേരെങ്കിലും കാണും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തനം അതുകൂടെ കാണും. ആമേൻ, സ്തോത്രം. അല്ലാതെ പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിൽ പിന്നെ വേറെ കുറയണം. ഏത് സമയത്തും ആൾക്കാരാ. ആമേൻ. ഇവരെല്ലാവരും കൂടെ ഓടി നടന്ന് ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കും. എന്നിട്ട് സ്റ്റേഷനിൽ രാത്രി 2 മണിക്ക് പോയി കയ്യപിടിയിൽ നിന്ന് വിലങ്ങ് വെച്ചിരിക്കുന്ന കയ്യിൽ നോക്കി, സാറേ എൻ്റെ അനിയനാണ്, അഴിച്ചു വിട്, കുഴപ്പമില്ലെന്ന് പറയാൻ സഹോദരനായ ഞാനും അവൻ്റെ വീട്ടുകാരും മാത്രമേ കാണത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വേറെ ആരും കാണത്തില്ല. അവൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനുള്ളത് അവൻ. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഇതിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്, ഇതാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് കർത്താവിൻ്റെ ശരീരത്തെ ഭക്ഷിക്കുന്നതിന് മുമ്പ്, അവനിൽ നിന്ന് പാനം ചെയ്യുന്നതിന് മുമ്പ് മറക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. കഴുകി വൃത്തിയാക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. എന്നിട്ട് യോഗ്യമായി ഭക്ഷിക്കണം. ആമേൻ. എന്നിട്ട് പറയണം, അപ്പാ യോഗ്യമായി ഞാൻ ഭക്ഷിച്ചു, യോഗ്യമായി ഞാൻ അപ്പം തിന്നു, എന്നെ നീ സൗഖ്യമാക്കണമേ, എന്നെ നീ ബലപ്പെടുത്തണമേ, എന്നെ നീ ശക്തീകരിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ അളവ് കൂടാതെ എനിക്ക് പകരണമേ. ഇന്നലെ പകലിൽ നമ്മൾ കേട്ടതല്ലേ? ആമേൻ. അയോഗ്യമായി തിന്നാൽ രോഗികളാകുന്നു, നിദ്ര പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോഗ്യമായി തിന്നാലോ?
സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ യോഗ്യന്മാരായി മാറണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ മറന്നു കളയേണ്ടതിനെ, ആ കഴിഞ്ഞ കാലങ്ങളെ നമ്മൾ ഓർപ്പിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നോക്കൂ, ഫിലിപ്പിയർക്ക് 3-14 വാക്യം വായിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നുണ്ട്, ആ പിമ്പിലുള്ളതിനൊക്കെ മറന്നിട്ട് മുമ്പിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാ. എനിക്ക് പിമ്പിൽ ഒരു ഭൂതകാലമുണ്ട്, അപ്പൻ്റെ മകനെന്ന ഭൂതകാലമുണ്ട്, തർശീസിലെ കപ്പൽ മുതലാളിയുടെ മകനെന്ന ഭൂതകാലമുണ്ട്, യഹൂദന്മാരുടെ മധ്യത്തിൽ ധൈര്യസമേതം നിൽക്കുവാൻ പ്രാപ്തിയുള്ള ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനെന്ന തികവും നിറവുമുണ്ട്, ബെന്യാമീൻ ഗോത്രക്കാരനെന്ന പാരമ്പര്യമുണ്ട്. പക്ഷേ എൻ്റെ മുൻപിലുള്ള പരമവിളിയെ, എന്നെ വിളിച്ചവൻ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതിനെ ഓർക്കുമ്പോൾ ആ കഴിഞ്ഞു പോയ കാലത്തിലേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നില്ല. ഞാനതിനെ എന്നേ വിട്ടുകളഞ്ഞു. ഇന്ന് പകലും വിട്ടുകളയു പ്രിയരെ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മുമ്പിൽ ദൈവം പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്, പുതിയത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത്, അപ്പന് കണ്ടുപിടിക്കുവാനും അപ്പന് ചേർത്ത് വയ്ക്കുവാനും കഴിയാത്തത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിടേണ്ടത് വിടുവാൻ, മാറ്റിക്കളയേണ്ടത് മാറ്റിക്കളയുവാൻ, മറന്നു കളയേണ്ടത് മറന്നു കളയുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കേണ്ടതിനെ കർത്താവ് നിങ്ങൾക്ക് തരും. ആമേൻ, സ്തോത്രം. മറന്നു കളയേണ്ടത് നിശ്ചയമായും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്തായിരിക്കുന്നവർ നിങ്ങൾ മറന്നു കളഞ്ഞേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി വിളിച്ചിട്ട്, ആമേൻ, സ്തോത്രം, വളരെ സങ്കടത്തോടെ, സ്തോത്രം, തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു. എന്നിട്ട് ആ സഹോദരി പറഞ്ഞതാണ്, ദേവദാസനെ ഞാൻ പറഞ്ഞു, സഹോദരി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളിതായിരിക്കുന്ന അവസ്ഥ മാറ്റും. ആമേൻ. അവരുടെ അവസ്ഥ മാത്രമാണ് പറഞ്ഞത്, സാഹചര്യമൊന്നും പറഞ്ഞില്ല. ഉടനെ ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, ഒരു ദുഷ്ടൻ കാലമാണ് എൻ്റെ ഭർത്താവ്. ആമേൻ. ആ മുടിഞ്ഞവൻ, അവനുള്ളിടത്തോളം എനിക്ക് പ്രാർത്ഥിച്ചു ആരാധിച്ചു ഒന്നും മുന്നേറാൻ പറ്റത്തില്ല. അവൻ വീട്ടിനകത്തുള്ളെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച്. അപ്പോൾ അവരുടെ ആ സംസാരത്തിൻ്റെ ടോണും അവരുടെ സങ്കടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഏതോ ദുഷ്ടൻ കാലമാണ്, 10-100 വരെ കൊന്ന ആരെങ്കിലും ആയിരിക്കും, അവരുടെ റിപ്പർ വല്ലതും ആയിരിക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുക. അപ്പോൾ ആ സഹോദരിയോട് ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, എന്താണ് ഈ മുടിഞ്ഞവൻ ചെയ്തത്? ഇവൻ ഇങ്ങനെയുള്ള ഇത്രയും പേരൊക്കെ ഒരു ഭാര്യയെ ചാർത്തി കൊടുക്കണമെങ്കിൽ, നമ്മൾ സാധാരണ ഭർത്താക്കന്മാർ അങ്ങനെയല്ലല്ലോ വിളിക്കുന്നത്, തേനെ പഞ്ചസാര പാല് എന്നൊക്കെ ആണല്ലോ വിളിക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം ചീത്തയായി പോകുന്നത്, അത് ഭർത്താക്കന്മാർ ഓർക്കണം. പെട്ടെന്ന് ചീത്തയാവുന്ന പേരാണ് സഹോദരിമാർ വിളിക്കുന്നത്. സഹോദരന്മാർ സ്വർണ്ണമേ തങ്കമേ എന്നൊക്കെ വിളിക്കുന്നത്. അവർ പണയം വയ്ക്കാനുള്ള രീതി ആലോചിക്കും. രണ്ടും ബുദ്ധിയുള്ളവരാണ്. ആമേൻ. ഒന്ന് പെട്ടെന്ന് ചീത്തയാവും, അതുകൊണ്ട് എടുത്തു കളയാം. രണ്ട് എങ്ങനെയെങ്കിലും സ്തോത്രം എവിടെയെങ്കിലും കൊണ്ടുവച്ച്, ആമേൻ, അത് പോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് വിളിച്ചത്? ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി തൻ്റെ ഹൃദയത്തിലെ വേദന, തൻ്റെ ഹൃദയം അങ്ങ് തുറന്നു വെച്ചു. ആമേൻ, സ്തോത്രം. അപ്പോൾ തുറന്നു വെച്ചിട്ട് പറയാണ്, ദൈവദാസനെ, നിങ്ങൾക്കറിയാമോ, എൻ്റെ പപ്പ എന്നെ ഒരുപാട് സ്നേഹിച്ച്, എൻ്റെ പപ്പ, ഞാൻ നേരത്തെ പറഞ്ഞത്, ആ സഹോദരി പറഞ്ഞ 2-3 വാക്കുകളൊക്കെ, ഞാനിങ്ങനെ പുള്ളിപ്പാവട ഇട്ട് പട്ടുടുപ്പൊക്കെ ഇട്ട് നടന്നതാണ്, എന്നെ അങ്ങനെ സ്നേഹിച്ചു, അങ്ങനെ തോളിക്കൊണ്ട് നടന്നു, ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴേ എൻ്റെ ഈ മനുഷ്യൻ, ഈ കാലമാണ് ഇങ്ങനെയുണ്ടല്ലോ, എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കണ്ടു എൻ്റെ അപ്പൻ്റെ കണ്ണ് തള്ളി വരുന്നത്, എൻ്റെ അപ്പൻ്റെ ഹൃദയം ഇടിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞതെന്നൊന്നും ആ സഹോദരി പറഞ്ഞില്ല. എനിക്ക് സങ്കടമായി. എന്നാലും ഒരപ്പൻ മകളെയും കെട്ടിച്ചു കൊടുത്തു. ആ മനുഷ്യൻ കേൾക്കെ പറഞ്ഞല്ലോ, എന്തോ വലിയ കാര്യമായിരിക്കും പറഞ്ഞത്. ആ മനുഷ്യന് ഇത്രയും വേദന വരുന്ന, ഒരു മകളുടെ ഹൃദയം തകർന്നു പോകുന്ന എന്തോ കാര്യമായിരിക്കും പറഞ്ഞത്. ആമേൻ. ഞാനപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ പപ്പയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് തോളിൽ കൂടെ കൈയിട്ട് കവിളിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്, പോട്ട് പപ്പ, ഞാൻ ഇല്ലേ പപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ തീരും, പപ്പയ്ക്ക് സന്തോഷമാകും. ആമേൻ. അപ്പോഴാ സഹോദരി ഉടനെ പറയുക, ഞാനിനി എങ്ങനെ പറയും, എൻ്റെ പപ്പ മരിച്ചു പോയില്ലേ? അയ്യോ, എനിക്ക് വീണ്ടും സങ്കടമായി. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ മരണ വീട്ടിൽ നോട്ടിയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി, ഇതൊക്കെ കഴിയട്ടെ, എന്തായാലും പപ്പ നിത്യതയിൽ സ്വർഗത്തിലുണ്ടല്ലോ, അപ്പോൾ നമുക്കെല്ലാം ശരിയാക്കാം. പപ്പ അതെല്ലാം മറന്നു, ഇനി സിസ്റ്റർ സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് പപ്പയുടെ ആഗ്രഹം. ആ, സ്തോത്രം. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, എന്നാ പപ്പ മരിച്ചത്? അപ്പോഴുടനെ 30 വർഷമായി. സ്തോത്രം. ചിരിക്കാനല്ല, ഞാൻ വിചാരിച്ചു 3 ദിവസമായി കാണുമെന്ന്, അല്ലെങ്കിൽ 30 ദിവസം. അപ്പോഴാണ് 30 ദിവസമായി. എന്നിട്ടും തീർന്നില്ല. അടുത്ത് 10 വർഷം നീറിയാണ് എൻ്റെ അപ്പൻ മരിച്ചത്. 40 വർഷത്തിന് മുമ്പേ നടന്ന കാര്യം. മക്കളായി, കൊച്ചുമക്കളായി. അമ്മച്ചിയുടെ DP-യിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, അമ്മച്ചിയുടെ സൗണ്ടിനൊരു മാറ്റവുമില്ല. ഞാൻ വിചാരിച്ചു 10-25 വയസ്സുള്ള ഏതോ പെണ്ണുപിള്ള ഇരുന്ന് സംസാരിക്കുന്നതെന്ന്. 80 വയസ്സുള്ള അമ്മച്ചി 40 വർഷത്തിന് മുമ്പേ ഭർത്താവ് പറഞ്ഞൊരു വാക്കും വെച്ച് അവർക്ക് ഇന്ന് വരെ സന്തോഷമില്ല. ജീവിതത്തിൽ എന്ത് വന്നാലും ഈ മുടിഞ്ഞ അവൻ എനിക്ക് എന്ത് സന്തോഷം തരാൻ പോണു? ആമേൻ. പ്രിയരെ, ഓർത്ത് വെച്ചുകൊണ്ട് നടക്കരുത്. ആമേൻ. ഹല്ലേലൂയ.
ചത്തുപോയവർക്കൊപ്പം കഴിഞ്ഞു പോയതൊക്കെ നമ്മൾ കുഴിച്ചിടുക. ആമേൻ, സ്തോത്രം. നമുക്ക് മുമ്പിൽ ഒത്തിരി സന്തോഷങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. യോസേഫ് മറക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് പുതിയത് ദൈവം ചെയ്തുകൊണ്ടേയിരുന്നത്. ആമേൻ. യോസേഫിന് വേണ്ടി ദൈവം സിംഹാസനം ഒരുക്കിയിട്ട് വിളിക്കുകയാണ്. അപ്പോഴാണ് യോസേഫ് എന്ന് പറയുന്നത്, പോ ദൈവമേ, എനിക്ക് എൻ്റെ അപ്പം പണിത് വെച്ചിരുന്ന നിലയെങ്കിൽ മതി 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 എന്ന് പറഞ്ഞുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിലയെങ്കിക്ക് വേണ്ടി എങ്ങാനും പെയ്യ യൂതയും ബാക്കിയുള്ള എല്ലാവരും കൂടെ അവനെ തല്ലിക്കൊല്ലും. എന്നിട്ട് പറയും, എടാ മുടിഞ്ഞവനെ, കുറേ വർഷത്തിന് മുമ്പ് നിന്നെ ഞങ്ങൾ ഓട്ടിച്ചല്ലേ, വീണ്ടും നീ കയറി വരണമെന്ന്. ആമേൻ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുന്നത് ഒന്നുകൊണ്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. പുതിയത് തന്നെ വേണം. അവൻ ഈ ആഴ്ച കർത്താവ് പുതിയത് ചെയ്യുവാൻ പോകുക. മറക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പുതിയത് ചെയ്യും. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലും മറക്കേണ്ടതെല്ലാം സഭ ഒരുമിച്ച് മറന്നുകളയും. നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പങ്കാളികളായി ഓഹരിക്കാരായി മാറുവാൻ പോകുക. ആരും മൗനമായിരിക്കരുത്. പ്രാർത്ഥിക്ക്, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മറക്കേണ്ടത് മറക്കുവാൻ, അപ്പോൾ കഴിഞ്ഞ നാളുകളെ മറക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന മുറിപ്പാടുകളെ മറക്കുവാൻ, ഞാൻ അനുഭവിച്ച വേദനകളെ മറക്കുവാൻ, ഒഴിവാക്കലിനെ മറക്കുവാൻ, നിന്നയെ മറക്കുവാൻ. യേശുവേ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആഴ്ച അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന പുതിയ കാര്യങ്ങൾക്കായി മറക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം അങ്ങ് നൽകണമേ കർത്താവേ. എല്ലാം മറന്നു പോകട്ടെ കർത്താവേ. ഇന്നലകളിൽ അനുഭവിച്ച വേദനകൾ മറന്നു പോകട്ടെ കർത്താവേ. ആ കുറ്റബോധങ്ങൾ മറക്കട്ടെ അപ്പാ. ആ പാപബോധങ്ങൾ മറന്ന് ആഴമായൊരു മനസ്സാന്തരം യേശുവിൻ നാമത്തിൽ വെള്ളിയാഴ്ച പകലിലും അങ്ങയുടെ ആത്മാവ് സംസാരിച്ചുവല്ലോ കർത്താവേ. മറക്കേണ്ടത് മറന്ന് ചിലർ ആഴമായൊരു മാനസാന്തരത്തിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. ആഴമായൊരു മാനസാന്തരത്തിനായി ചിലത് മറന്നു പോകുവാൻ, പുതിയത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ, ഈ ആഴ്ച പുതിയത് സംഭവിക്കുവാൻ, കൺമുമ്പിൽ പുതിയത് കാണുവാൻ, മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറുവാൻ, നിർജ്ജനതയുടെ അനുഭവങ്ങൾ, വരണ്ട നിലത്തിന്റെ അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ നാന്ദി കർത്താവേ. നല്ല കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കാതുകൾ മന്ദമാകാതെ, ഞങ്ങളുടെ ഹൃദയം കുരുടായി പോകാതെ, കേൾപ്പിച്ച വചനങ്ങൾ നൂറുമേനി കൊയ്ത്ത് അപ്പാ സ്തോത്രം കർത്താവേ. ഈ ലോകത്തിലെ അപ്പനും അമ്മയും അനുഗ്രഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് മുകളിൽ ചെയ്യുന്ന കർത്താവേ, ഇവർക്ക് അങ്ങ് നൽകി മാനിക്കണമേ കർത്താവേ. ഇവരുടെ കണ്ണുനീരിനെ ദൈവം അങ്ങ് മറുപടി നൽകണമേ കർത്താവേ. പുതിയത് ഇന്ന് സ്വർഗം അങ്ങ് ചെയ്യണമേ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്വർഗം ഇന്ന് നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുവാൻ പോകുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു, എല്ലാവരും പ്രാർത്ഥിച്ചേ. ആരും മൗനമായിരിക്കരുത്. സ്തോത്രം. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അടുക്കൽ മറ്റാരുമില്ല. ആമേൻ. നിങ്ങളുടെ ബന്ധുക്കളില്ല, നിങ്ങളുടെ ചാർച്ചക്കാരില്ല. സ്വർഗത്തിലെ സൈന്യം നിങ്ങളുടെ അടുക്കലുണ്ട്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.